അതിപരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ക്രിസ്തീയ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസം കൂടി ദൈവം നമുക്ക് ദാനമായിട്ട് നൽകി തന്നതിനായിട്ട് സ്തോത്രം. എത്ര ദിവസങ്ങൾ നമ്മൾ ജീവിച്ചു എന്നുള്ളതല്ല, ദിവസങ്ങളുടെ എണ്ണമല്ല, പിന്നെയോ അവന്റെ സാന്നിധ്യത്തിൽ നിറയുന്ന ദിവസങ്ങൾ നമ്മൾക്ക് ദൈവം ദാനം തരുന്നതോർത്ത് ഇന്ന് രാവിലെ കാലം ഞാൻ കർത്താവിന് മഹത്വം കൊടുക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രിയ ഷേർജി മാതാവിനെ കുറിച്ച് പിതാവിനെ കുറിച്ചൊക്കെ പറഞ്ഞു കേൾക്കുവാൻ നമുക്ക് ഇടയായി തീർന്നു. നല്ല സാക്ഷ്യം വെച്ചിട്ട് അവർ കടന്നുപോയി, നല്ലൊരു ലെഗസി അവർ വെച്ചിട്ട് കടന്നുപോയി. ഇന്ന് നമ്മൾ ഓരോരുത്തരും ആ ഷൂവിൽ നിൽക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെയും ഈ ഒരു പാതയിൽ കൂടി കടന്നു പോകേണ്ടവരാണ്. എന്നാൽ എന്താണ് നമ്മള് പിൻപിൽ ഈ ലോകത്തിൽ വെച്ചിട്ട് പോകുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വെച്ചിട്ട് പോകുന്നത്? ഇന്നൊരു പക്ഷേ ലോകം നമ്മളെ മനസ്സിലാക്കിയെന്നിരിക്കില്ല, ഒന്നൊരു പക്ഷേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ മനസ്സിലാക്കിയെന്നിരിക്കില്ല. എന്നാൽ നമുക്കൊരു നല്ല സാക്ഷ്യം വെച്ചിട്ട് പോകാൻ എന്നാൽ സാധിക്കും. ക്രിസ്തുവിൽ നമ്മളായിരിക്കുന്നുവെങ്കിൽ ഇതിന്റെ എല്ലാം കാരണഭൂതൻ നമ്മുടെ ജീവിതത്തിലുള്ള ജീവനുള്ള ദൈവമാണ് എന്നുള്ള ഒരു വലിയ സന്തോഷം ഇന്ന് എൻ്റെ ഹൃദയത്തിൽ ദൈവം തരുന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കാൻ ഇടയായി തീർന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായത്തിലെ ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ ഹാബേലിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം പഠിച്ചത്. അവിടെ പറയുന്നു, ഹാബേൽ നീതിമാൻ എന്ന നല്ല ടെസ്റ്റിമണി ഹാബേലിനുണ്ടായി. ഹാബേലിന്റെ യാഗത്തിനും നല്ലൊരു സാക്ഷ്യം ലഭിച്ചു. അങ്ങനെ ഒരു നല്ല സാക്ഷ്യം വെച്ചിട്ട് കടന്നുപോയൊരു ഹാബേലിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ മാസം പഠിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. ഇന്ന് അതിന്റെ അടുത്ത ഒരു വ്യക്തിയെ കുറിച്ച് 5-6 വാക്യങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 5-6 വാക്യങ്ങളില് 5-ാം വാക്യത്തില് ഇങ്ങനെയാണ് പറയുന്നത്: വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. 6-ാം വാക്യം: എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? ഇത് ഏതെങ്കിലും ഒരു ദൈവത്തെ കുറിച്ചല്ല പറയുന്നത്, പിന്നെയോ ജീവനുള്ള ഒരു ദൈവത്തെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ദൈവം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ യൂസ്ഡ് ആയതുകൊണ്ട് ഞാനും നിങ്ങളും പറഞ്ഞു പോകും. എന്നാൽ ഇതൊരു ജീവനുള്ള ദൈവത്തെ കുറിച്ചാണ് പറയുന്നത്. കേൾക്കാൻ കഴിയുന്ന, പ്രവർത്തിക്കുവാൻ കഴിയുന്ന, നമ്മളോട് മനസ്സലിവുള്ള, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളോട് ഇമോഷൻസ് ഉള്ള ഒരു ദൈവത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ എബ്രായർ 11-ന്റെ 5-6 വാക്യങ്ങളാണ് ഹാനോക്കിനെ കുറിച്ച് ഇവിടെ വായിക്കുന്നത്. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഇപ്രകാരമുള്ള വേറൊരൊറ്റ വ്യക്തി കൂടെ തിരുവചനത്തിൽ കാണാൻ സാധിക്കുകയുള്ളൂ, ഏലിയ പ്രവാചകന്. അതെ, മരണം കാണാതെ എടുക്കപ്പെട്ടു എന്ന് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹാനോക്കിനെ കുറിച്ച് നമ്മൾ വായിച്ചു. ഈ ഹാനോക്കിനെ കുറിച്ച് വളരെ കുറച്ച് ഇൻഫർമേഷനെ നമുക്ക് ഈ തിരുവചനത്തിൽ നിന്ന് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇതിന്റെ മുമ്പില് ഇങ്ങനെ ഇരുന്ന്, കർത്താവെ, തിരുവചനത്തിൽ ഇത്രയുമേ കാണുന്നുള്ളൂ, എന്താ ഇനി ഇതിന്റെ ആഴങ്ങൾ എന്താ? ഹാനോക്കിനെ കുറിച്ചില്ല എന്നുണ്ടെങ്കിൽ 11-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ എഴുതത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഹാനോക്കിനെ കാണാൻ സാധിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിന്റെ 21 തൊട്ട് 24 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാ വായിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 5:21 തൊട്ട് 24 വരെയുള്ള വാക്യങ്ങളിൽ ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവന് മെതുശലഹിനെ ജനിപ്പിച്ചു. മെതുശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടുകൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഇതാണ് ഹാനോക്കിനെ കുറിച്ച് ആദ്യം പറയുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തില്. വീണ്ടും ഹാനോക്കിനെ കുറിച്ച് യൂദായുടെ ലേഖനം പറയുന്നു. അപ്പോൾ ഹാനോക്കിന്റെ പ്രവചനം എഴുതിയിരുന്ന പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. അതിപ്പം കാനനൈസ് ചെയ്ത് ഇതിന്റെ കൂടെ ചേർത്തിട്ടില്ല, എങ്കിലും അതിൽ നിന്നുള്ള കൊട്ടേഷൻസ് ഇവിടെ പറയുന്നുണ്ട്. യൂദായുടെ ലേഖനം അതിന്റെ 14-15 വാക്യങ്ങളില് 14-15 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നത്: ആദാം മുതൽ 7-ാമനായ ഹാനോക്കും. ആദാം മുതൽ 7-ാമത്തെ തലമുറക്കാരനാണ് ഈ ഹാനോക്ക്.
ഇവരെ കുറിച്ച് ആരെ? ഈ ദുഷ്ടത പ്രവർത്തിക്കുന്ന, ഇന്ന് ദൈവത്തെ അറിയാത്ത ജനത്തെ കുറിച്ച്, ദൈവത്തിന് വിരോധമായിട്ട് പ്രവർത്തിക്കുകയും ജീവിക്കുകയും മ്ലേച്ഛതയിൽ കൂടി ജീവിക്കുകയും ചെയ്യുന്ന ജനത്തെ കുറിച്ച് ഹാനോക്ക് പ്രവചിച്ചത് ഇങ്ങനെയാണ്. ഹാനോക്കിന്റെ കാലത്തും അതുണ്ടായിരുന്നു. ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികൾ നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടി വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ഹാനോക്കിന്റെ ഒരു പ്രവചനമാണ് യൂദായുടെ ലേഖനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെ 3 ഭാഗങ്ങളിലാണ് ഹാനോക്കിനെ കുറിച്ച് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകത്തില്, എബ്രായ ലേഖനത്തില്, യൂദായുടെ ലേഖനത്തില്. ഇവിടെ ഹാനോക്കിന്റെ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ ഹാനോക്കിന്റെ ഒരു നടപ്പ് എന്നാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഊന്നി പറയുന്ന ഒരു കാര്യം. ഹി വാക്ക്ഡ് വിത്ത് ഗോഡ്. ദൈവത്തോട് കൂടെ ഹാനോക്ക് നടന്നു എന്നാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തോട് കൂടെ നടന്ന ഒരു ഹാനോക്ക്. അപ്പോൾ ഈ നടക്കുക എന്നുള്ളൊരു വാക്ക് അതിന്റെ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിലാണ് പറയുന്നത്. ദൈവത്തോടു കൂടെ നടന്നു. അങ്ങനെയാണ് ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനിടയായിട്ട് തീർന്നത്. ആ നടക്കുക എന്നുള്ളൊരു വാക്കിനെ കുറിച്ച് നിങ്ങളോടൊന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. നമ്മളൊക്കെ പറയാം നമ്മൾ ദൈവത്തോടു കൂടിയാണ് നടക്കുന്നത്, എനിക്ക് ദൈവത്തെ അറിയാം. പക്ഷെങ്കിൽ ഹാനോക്ക് നടന്നൊരു നടപ്പിന്റെ പ്രത്യേകത ഇന്ന് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം ആ നമ്മുടെ നടപ്പിനോട് നമുക്കൊരു ആത്മാർത്ഥതയുണ്ട്, എത്രമാത്രം നമുക്കതിനോട് അതിന്റെ ആഴം നമ്മൾ മനസ്സിലാക്കുന്നു എന്ന് നമുക്കൊന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കും. ഹാനോക്ക് ദൈവത്തോടുകൂടി നടന്നു എന്ന ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. 2 പ്രാവശ്യം അവിടെ എഴുതിയിട്ടുണ്ട് ഹാനോക്ക് ദൈവത്തോടുകൂടി നടന്നു എന്ന്. അപ്പോൾ ആ നടന്നു എന്നുള്ളത് ഇതിനു മുമ്പ് വേദപുസ്തകത്തിൽ നമ്മൾ ഏതൊരു വാക്കിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, ആ വാക്കിന്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ, കഥ മാത്രം അറിയണമെങ്കിൽ അതിന്റെ ആവശ്യമില്ല. കഥ നമുക്ക് വായിച്ചു പോകാനോ കുഞ്ഞുങ്ങളോട് കഥ പറയാനോ, ഒരു കഥ കൊണ്ട് മാത്രം തൃപ്തിപ്പെടുന്ന ഒരു ആത്മീയ ജീവിതം മതിയെങ്കിൽ ഇതിന്റെ ഒന്നും ഒരാവശ്യമില്ല. എന്നാൽ കഥ കൊണ്ട് മാത്രം തൃപ്തിപ്പെട്ട ഒരു ആത്മീയ ജീവിതം പോയാൽ അതിന്റെ ഒരു കുഴപ്പം ഞാൻ പറയാം. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കും. ഒരു അതിന്റെ ആഴം മനസ്സിലായെങ്കിൽ മാത്രമേ ഈ വചനം തേനെ പോലെ നമുക്ക് മധുരമുള്ളതായി തീരത്തുള്ളൂ. ഹാനോക്ക് ദൈവത്തോടുകൂടി നടന്നു എന്നുള്ളത് ആദ്യമായിട്ട് തിരുവചനത്തിൽ പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ഹാനോക്ക് ദൈവത്തോടുകൂടി നടന്നു എന്നുള്ള ഹലാക്ക് എന്നുള്ള എബ്രായ പദം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. അതെന്താണ്? ഉൽപ്പത്തി 2:14 ഇങ്ങനെയാ വായിക്കുന്നത്. 10 തൊട്ട് തോട്ടം നനപ്പാൽ ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു. അവിടെ ഒരു നദിയെ കുറിച്ചാണ് പറയുന്നത്. അതിന് 4 ശാഖയായിട്ട് പിരിഞ്ഞു. എന്നിട്ട് ടൈഗ്രിസ് നദി, 3-ാം നദി ഹിദ്ദേക്കൽ എന്ന് പേര്. 14-ാം വാക്യം 2:14. 3-ാം നദി ഹിദ്ദേക്കൽ. അതിന്റെ ഇംഗ്ലീഷ് ബൈബിൾ വായിച്ച ടൈഗ്രിസ് നദിയാണ്. ടൈഗ്രിസ് എന്ന പേര്. അത് അശൂരിന് കിഴക്കോട്ട് ഹലാക്ക്. അശൂരിന് കിഴക്കോട്ട് നടക്കുന്നു, അശൂരിന് കിഴക്കോട്ട് ഒഴുകുന്നു. അവിടെയാണ് ആദ്യമായിട്ട് ഈ നടക്കുന്നു എന്നുള്ളൊരു വാക്ക് കടന്നു വരുന്നത്. ഞാനപ്പോ ചിന്തിച്ചു, എന്താ ഈ നദിക്ക് ഇത്ര പ്രത്യേകത? ഇന്ന് രാവിലെ ദൈവാത്മാവ് എന്നെ പഠിപ്പിച്ചൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത് ഇപ്പൊ പിടിച്ച മീന. രാവിലെ ഞാൻ ഇതിനെ കുറിച്ച് ചിന്തിച്ചു. ഇവിടെ ഒരു നദി ഒഴുകുന്നത് ഇതുമായിട്ട് എന്താ ബന്ധം? ഹാനോക്ക് നടക്കുന്നു, നദി ഒഴുകുന്നു. അതിന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ദൈവാത്മാവിന്റെ ആഴങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോയി. അതിന്റെ മുമ്പുള്ള വാക്യങ്ങളൊന്നും വായിക്കാനായിട്ട് എന്റെ കണ്ണ് അതിലേക്ക് കടന്നുപോയി. 10-ാം വാക്യത്തിൽ വായിക്കുന്നു, തോട്ടം നനപ്പാൻ ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു. ഏദൻ തോട്ടം നമുക്കറിയാമല്ലോ. ആദമിനെ ഹവ്വയെ സൃഷ്ടിച്ച് ദൈവം അവിടെ ആക്കിയതും, ദൈവം വെയിലാറിയപ്പോൾ കടന്നുപോയതും, ദൈവത്തിന്റെ ആദ്യത്തെ ചർച്ചാണ് എവിടെ? ഏദൻ തോട്ടത്തില്. അവിടെ നിന്ന് 4 ശാഖയായിട്ട് ഏദനിൽ നിന്ന് പുറപ്പെട്ട നദി പിരിഞ്ഞുപോയി. ഏദനിൽ നിന്ന് 4 ശാഖയായിട്ട് പിരിഞ്ഞു. ഒന്നാമത്തെ പേരാണ് പീശോൻ. 11-ാം വാക്യം, ജെനസിസ് 2:11. പീശോൻ എന്ന പേര്. അത് ഹവീല ദേശമൊക്കെയും ചുറ്റുന്നു. ഒഴുകുന്നു എന്ന് പറയുന്നില്ല, ചുറ്റുന്നു. 12-ാം വാക്യം, ആ ദേശത്തിലെ പൊന്ന് മേൽത്തരമാകുന്നു, അവിടെ ഗുലുഗുലും ഗോമേതവും ഉണ്ട്. അപ്പം ഈ ചുറ്റുന്നത് എന്തിന്റെ ചുറ്റുന്നത്? ഗോമേതകത്തിന്റെ, ഗുലുഗുലുവിന്റെ ചുറ്റിലും, സ്വർണത്തിന്റെ ചുറ്റിലും, പൊന്നിന്റെ ചുറ്റിലും ചുറ്റുന്ന ഒരു നദിയെ കുറിച്ചാണ് ഇവിടെ. ഒന്നാമത്തെ നദി പീശോൻ നദി. 2-ാമത്തെ നദി ഗീഹോൻ എന്നതിന് പേര്. 13-ാം വാക്യം,
ഗീഹോൻ എന്ന് പേര്. അത് കൂശ് ദേശമൊക്കെ ചുറ്റുന്നു. വീണ്ടും അത് പറയുന്നത് എന്തുകൊണ്ട് ഒഴുകുന്നെന്ന് എഴുതിയില്ലെന്ന് ഞാൻ ഓർത്തു. ചുറ്റുന്നു. കൂശ് എന്ന് പറയുന്നത് ഈജിപ്തിനെ കുറിച്ചാണ് പറയുന്നത്. ഈജിപ്തിനെ കുറിച്ച് നമുക്കറിയാം. ദൈവ മക്കളെ അടിമത്തത്തിൽ വെക്കുന്ന ശക്തിയാണ് കൂശിന്റെ ശക്തി എന്ന് പറഞ്ഞാല്. അതെ, നൈൽ നദിയുടെ ശക്തി, ദൈവ മക്കളെ മുക്കിക്കളയുന്ന ശക്തിയാണ് ഈജിപ്തിന്റെ ശക്തി. അതിനെ ചുറ്റുന്നു അടുത്ത നദി. മൂന്നാമത്തെ നദി 14-ാം വാക്യത്തില് നദിക്ക് ഹിദ്ദെക്കൽ, ഇംഗ്ലീഷ് വായിച്ചാൽ ടൈഗ്രിസ് നദി എന്ന് പേര്. അത് അശൂരിന് കിഴക്കോട്ട് ഒഴുകുന്നു. അതും ആ ഒരു നദിയാണ് ഒഴുകുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. ദാ ഹാനോക്ക് ദൈവത്തോടുകൂടെ ഒഴുകുക ചെയ്യുന്നത്. ഹാനോക്ക് ദൈവത്തെ ചുറ്റിപ്പറ്റി നടക്കുമായിരുന്നില്ല. ഇന്ന് പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തില് ദൈവത്തെ നമ്മളിങ്ങനെ ചുറ്റിപ്പറ്റി നടക്കും. എന്താണെന്നറിയാവോ? നമ്മുടെ കാര്യം സാധിച്ചു കിട്ടാൻ ചുറ്റിപ്പറ്റി നടക്കും. സമയം കഴിയുമ്പോഴ് ആ ദൈവം ഉണ്ടെന്നൊക്കെ പറയും, വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയും. പക്ഷെങ്കില് ഇതൊരു വെറും ചുറ്റല, ഒഴുക്കലില്ല. ദൈവത്തോട് കൂടെ ഒഴുകണമെന്നുണ്ടെങ്കിൽ ഒരു 2 നദി ഒരുമിച്ച് ഒഴുകി കഴിയുമ്പോഴേ ഇതിലേതായിരുന്നു ആദ്യത്തെ നദി, ഏതായിരുന്നു കിഴക്കൂന്ന് വന്ന നദി, ഏതായിരുന്നു പടിഞ്ഞാറുന്ന് വന്ന നദി, എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അത് ഒരുമിച്ച് ഒഴുകാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ നദിയാ. അത് പിന്നെ സമുദ്രത്തിലാണ് ചെന്ന് ചേരുന്നത്. അവിടെ ചെന്നിട്ട് പമ്പ ഏതാ അച്ചൻകോവിലാർ ഏതാന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്രകാരമുള്ള ഒരു ഒഴുക്കായിരുന്നു ഹാനോക്കിന്റെ ജീവിതം. അങ്ങനെ ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് നടന്നത്. ഇതിലെ ഹാനോക്ക് ഏതാ ദൈവം ഏതാന്ന് അറിയില്ല. അതുപോലെ ദൈവത്തോട് ചേർന്ന് നടന്നു. അപ്പോൾ ഒന്നാമതായിട്ട് നടന്നു എന്നുള്ള വാക്ക് നമ്മൾ കണ്ടത് എവിടെയാണ്? ടൈഗ്രസ് നദി, ഹിദ്ദെക്കൽ നദി, അത് അശൂരിന്റെ കിഴക്കോട്ട് ഒഴുകുന്നു. ബാക്കി നദികളൊക്കെ ചുറ്റിപ്പറ്റി നടന്നപ്പോഴേ ഒഴുകിയ ഒരൊറ്റ നദി. രണ്ടാമതായിട്ട് ഉൽപ്പത്തി 3:8 വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. 3:8 വീണ്ടും ഈ ഒഴുക്കിനെ കുറിച്ച് പറയുന്നു. അവിടെ എന്താണ് പറയുന്നതെന്ന് അറിയാമോ? വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച കേട്ടു. ആ നടക്കുന്ന എന്നുള്ള വാക്കിന് ദ ലോർഡ് ഗോഡ് ഈസ് വാക്കിംഗ്. വാക്കിംഗ് എന്നുള്ളതാണ്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അപ്പൊ ഞാൻ ഓർത്തു, ദൈവമേ, ദൈവത്തിന്റെ സ്വരൂപപ്രകാരം സൃഷ്ടിച്ച മകനായ ആദമിന്റെ അടുത്ത്, ഹവ്വയുടെ അടുത്തേക്ക് ദൈവം കടന്നു ചെല്ലുന്നത് ഒഴുകി അങ്ങ് ചെല്ലുക. ദൈവം അങ്ങ് ഒഴുകി അങ്ങ് ചെല്ലുക. രണ്ടാമതൊരു ചിന്ത ദൈവത്തിന്റെ ഉള്ളിലില്ല, പോണോ വേണ്ടയോ, അങ്ങനെ ഒരു ചിന്തയില്ല. കാരണം അതുപോലെ ദൈവത്തോട് ചേർന്നിരിക്കുക അന്ന് മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ തോട്ടത്തിലേക്ക് ഒഴുകി ചെല്ലുന്ന ഒരു ദൈവം, തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിപ്പോകുന്ന ഒരു ടൈഗ്രിസ് നദി. ഇവിടെ മൂന്നാമതായിട്ടാണ് ഇവിടെ അടുത്ത ഈ ഒഴുക്കിനെ കുറിച്ച് പറയുന്നത്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ആദമിൽ നിന്ന് 7ാമത്തെ തലമുറയാണ് ആര്? ഹാനോക്ക്. അത് നമുക്ക് യൂദായുടെ ലേഖനം 14-ാമത്തെ അധ്യായം 14-15 വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന ആദം മുതൽ 7ാമനായ ഹാനോക്ക് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വന്നാല് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പതിവായിട്ട് തുടരെയായിട്ട് കാണുന്ന ഒരു വാക്ക് നമുക്ക് അവിടെ കാണാം. അതിൽ നിന്ന് ഹാനോക്കിന്റെ ജീവിതം അവിടെ തിളങ്ങി നിന്നത്, ഹാനോക്കിന്റെ ജീവിതം ഒരു വജ്രം പോലെ, ഒരു ഡയമണ്ട് പോലെ നിന്ന കാര്യം എന്നെ ദൈവാത്മാവ് പഠിപ്പിക്കാനിടയായി തീർന്നു. 5-ാമത്തെ അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? ആദമിന്റെ ആയുഷ്കാലം 930 സംവത്സരം, പിന്നെ അവൻ മരിച്ചു. 8-ാമത്തെ വാക്യത്തിൽ വീണ്ടും അടുത്ത ആള് ശേത്തിന്റെ ആയുഷ്കാലം ഇത്രയായിരുന്നു, ശേത്ത് മരിച്ചു. 11-ാമത്തെ വാക്യത്തില് ഏനോശിന്റെ ആയുഷ്കാലം 905 ആയിരുന്നു, അവൻ മരിച്ചു. അങ്ങനെ പോവുക. പിന്നെ 14-ാമത്തെ വാക്യത്തിൽ കേനാന്റെ കാര്യം, അവന്റെ ആയുസ് ഇത്രയായിരുന്നു, അവൻ മരിച്ചു. 17-ാമത്തെ വാക്യത്തിലും അതുപോലെ അടുത്ത ആളിനെ കുറിച്ച് പറയുന്നു, മഹലേലിന്റെ ആയുഷ്കാലം ഇത്രയായിരുന്നു, അദ്ദേഹം മരിച്ചു. 20-ാം വാക്യം വരെ അങ്ങനെ പറയാണ്, ജീവിച്ചു മരിച്ചു, ആയുസ് ഇത്രയായിരുന്നു, മരിച്ചു. ഇതിങ്ങനെ തുടരെ ഇങ്ങനെ പോവുകയാണ് 5-ാം അധ്യായത്തിൽ അത്ര. എന്നാൽ 23-ാം വാക്യം വരുമ്പോഴേ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. 23-ാം വാക്യം വരുമ്പോൾ മരിച്ചു എന്നവിടെ കാണുന്നില്ല. അവിടെ മരിച്ചു എന്ന് കാണുന്നില്ല. സംതിങ് ഈസ് മിസ്സിങ്. എന്നിട്ട് ഒരു കാര്യം അവിടെ മിസ്സാകുന്നു, വേറൊരു കാര്യം അവിടെ ആഡ് ചെയ്തിരിക്കുന്നു. ഒരു കാര്യം അവിടെ ഒരു ഫ്രേസ്, ഒരു വാക്ക് അവിടെ നിന്ന് എടുത്ത് അടർത്തി മാറ്റിയിരിക്കുന്നു, മറ്റൊരു വാക്ക് അവിടെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഏത് വാക്ക് അടർത്തി മാറ്റിയിരിക്കുന്നത്? മരിച്ചു എന്നുള്ള വാക്ക് അടർത്തി മാറ്റിയിരിക്കുന്നു. കൂട്ടിച്ചേർത്ത വാക്യം എന്താണെന്നറിയാമോ? ദൈവത്തോടു കൂടെ നടന്നു.
അവൻ ദൈവത്തോടുകൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. മരിച്ചു എന്നുള്ള വാക്ക് മാറ്റിയിട്ട് പകരം കൊടുത്ത വാക്കിതാണ്. നമ്മൾ എത്ര വർഷം ജീവിച്ചു എന്നുള്ളതല്ല. നമ്മൾ ചിന്തിക്കും പിന്നെ ആയുസിന്റെ ദൈർഘ്യം, ആയുഷ്കാലത്തിന്റെ ദൈർഘ്യമല്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ മൂല്യമാകത്തുക എന്ന് പറയുന്നത്. അവൻ 2 വർഷം ജീവിച്ചുള്ളെങ്കിലും 30 വർഷം ജീവിച്ചുള്ളെങ്കിലും ദൈവത്തിന്റെ പേർപ്പസ് നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവന്റെ ആയുഷ്കാലം, അത് അവന്റെ കാലസമ്പൂർണത, അത് അവന്റെ ആയുഷ്കാലത്തിന്റെ അതിന്റെ വില, അതിന്റെ തൂക്കം അവിടെ. കർത്താവ് യേശുക്രിസ്തു 33 വർഷക്കാലം ജീവിച്ചുള്ളല്ലോ. ആയുസ് തികയാതാണ് ജീവിച്ചത്? അല്ല. അവന്റെ ആയുഷ്കാലത്തില് അവൻ സമ്പൂർണനായിട്ട് അവൻ ജീവിച്ചു. അവൻ തൃപ്തനായിട്ട് അവൻ മരിച്ചു കാൽവരി ക്രൂശില്. അവൻ അതിന്റെ ഫലം കണ്ടവൻ മരിച്ചു. പിതാവിന്റെ ഇഷ്ടം ചെയ്തവൻ മരിച്ചു. അനേക ആത്മാക്കളെ തന്നിലേക്ക് നേടത്തക്കവണ്ണമുള്ള ഒരു വലിയ പ്രവൃത്തി കാൽവരി ക്രൂശിൽ ചെയ്തതിന് ശേഷം കർത്താവ് യേശു ക്രിസ്തു മരിച്ചു. 100, 120, 300 വർഷങ്ങൾ ജീവിച്ചാൽ അപ്പുറത്ത് കിടക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ആയുസ് 33 വർഷക്കാലമായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു ഹാനോക്കിനെ കുറിച്ച്. ഹാനോക്കിന്റെ ജീവിതം കണ്ട് അവിടെ ഒരു ഡയമണ്ട് പോലെ പൊങ്ങി വരുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നു. മറ്റുള്ളവരെക്കാളൊക്കെ പ്രത്യേകത എന്തായിരുന്നു? ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടാണ്. 2 പ്രാവശ്യം 5-ാം അധ്യായത്തിന്റെ 22-ലും 24-ലും എടുത്തു പറയുന്നു ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. 300 സംവത്സരം ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അപ്പൊ അതിനു മുമ്പ് ഹാനോക്കിന്റെ സംവത്സരം ആയുസ് 365 വർഷമാണ്. അതിനു മുമ്പുള്ള 65 വർഷം ഹാനോക്ക് ദൈവത്തോട് കൂടെ ആണോ അല്ലയോ നമുക്കറിയില്ല. എന്തായിരുന്നു അതിന്റെ കാരണമെന്ന് അറിയത്തില്ല. പക്ഷെങ്കിൽ ഹാനോക്ക് തന്റെ പുത്രനിട്ട പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു ഹാനോക്ക് ദൈവത്തോട് കൂടെ തന്നെയാണ് നടന്നതെന്ന്. ഹാനോക്ക് തന്റെ പുത്രനിട്ട പേരിന്റെ അർത്ഥം തന്നെ വളരെ അർത്ഥവത്തായ ഒരു പ്രവചന അർത്ഥമാണ് മെതുശലേഹ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പോൾ ഹാനോക്ക് എന്നുള്ള വാക്കിന്റെ അർത്ഥം ടീച്ചിങ്, പഠിപ്പിക്കുക എന്നുള്ളതാണ്. പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ അന്നത്തെ ദൈവദാസന്മാര്, അന്നത്തെ പഴയ നിയമത്തിലെ ദൈവ പുരുഷന്മാർ, അവർ ദൈവത്തിൽ നിന്നാണ് പഠിച്ചത്. അന്ന് അവരുടെ കയ്യിൽ ഒരു വേദപുസ്തകം ഇല്ല വായിക്കാൻ, ഒരു ബൈബിൾ സ്റ്റഡി ഇല്ല, ഒരു ചർച്ച് ഇല്ല, ലേഡീസ് മീറ്റിംഗ് ഇല്ല, ഇന്റർസെസറി പ്രയർ ഇല്ല, കാത്തിരിപ്പ് യോഗമില്ല, ഒന്നുമില്ല. അവര് പിന്നെ എങ്ങനെയാ ദൈവത്തിന്റെ ശബ്ദം കേട്ടതും ദൈവത്തിന്റെ വഴിയിൽ അവർ നടന്നതും? ഇന്ന് നമ്മുടെ കയ്യിൽ ഈ പുസ്തകം ഉണ്ടായിട്ട് 100 പേര് വന്ന് നമ്മുടെ ചെവിയിൽ പറയാനുണ്ടായിട്ട് ദൈവമില്ല, ദൈവത്തെ വിശ്വസിക്കാത്തവരോട് ഈ യേശുവാണ് ദൈവം, യേശുവാണ് ദൈവം എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ഈ ഹാനോക്ക്, നോഹ ഇവരൊക്കെ ജീവിച്ചത് ഇതൊന്നുമില്ലാതിരിക്കുമ്പോൾ അവർ ദൈവത്തിൽ നിന്ന് പഠിച്ചു. അവർ ദൈവത്തിൽ നിന്ന് പഠിക്കുക തന്നെയല്ല, അവർ പഠിപ്പിക്കുന്നവരുമായിരുന്നു. അതിനൊരു ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചല്ലോ ഹാബേലിനെ കുറിച്ച്. ഹാബേല് പഠിച്ചതും പഠിപ്പിച്ചതും എന്താണ്? ഹാബേല് പഠിപ്പിച്ചൊരു യാഗത്തിന്റെ ആവശ്യകത. നമുക്ക് രക്ഷിക്കപ്പെടുവാൻ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ ഒരു യാഗം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണെന്നുള്ളതിന്റെ ഒരു നിഴല് ഹാബേൽ അവിടെ പഴയ നിയമത്തിൽ പഠിപ്പിക്കുവാൻ ഇടയായി തീർന്നു. ഒരപ്പോൾ വിശ്വാസത്താൽ ഹാബേൽ യാഗം കഴിച്ചു എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ യാഗത്തെ കുറിച്ച് ഒരു പഠിപ്പീര്, ഹി ടോട്ട് അബൌട്ട് ദ സാക്രിഫൈസ്. അപ്പോൾ അതാണ് ഹാബേൽ പഠിപ്പിച്ച കാര്യം. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നു 4-ാം അധ്യായത്തിന്റെ 24-26 അതിനുശേഷം പിന്നെ നടന്നൊരു കാര്യം. ആ കാലത്തെ യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. മലയാളത്തിൽ അങ്ങനെ പറയുന്നത് കേട്ടോ, ആരാധന തുടങ്ങിയെന്ന്. എന്നാൽ ഇംഗ്ലീഷിൽ വായിക്കുന്നത് എന്താണെന്നറിയാമോ? then began men to call upon the name of the Lord. അവര് ദൈവത്തിന്റെ യഹോവയുടെ നാമം ഒരു വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി. ആരാധനയിലാണ് നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത്. പക്ഷെ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ഉണ്ട് ഈ ഇംഗ്ലീഷിലെ ആ വേർഡ്, ആ scripture. They started calling the Lord. Then began men to call upon the name of the Lord. അപ്പോൾ അവർ ആദ്യം യാഗത്തിൽ അവർ വിശ്വസിച്ച യാഗം പലർക്ക് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം വിശ്വസിച്ച് കഴിഞ്ഞിട്ട് then they started to calling upon the name of the Lord. അവർ പിന്നെ വിളിച്ചപേക്ഷിക്കാൻ, കൺഫസ് ചെയ്യാനായിട്ട് തുടങ്ങി. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പുതിയ നിയമത്തിലെ റോമാലേഖനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് നീതിക്കായിട്ട് ഏറ്റുപറയുകയും ചെയ്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. നോക്കണം, ഇതൊക്കെ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ അതിന്റെ പ്രിൻസിപ്പിൾസ് കിടക്കുക.
അതിന്റെ പ്രിൻസിപ്പിൾസ് നിഴലായിട്ട് കിടക്കുക. ഈ ദിവസങ്ങളിൽ ദൈവം എനിക്ക് തന്നൊരു വെളിപ്പാട് ഞാൻ നിങ്ങളോട് പറയാം. ഇതിനോട് ചേർത്ത് ഞാൻ പറയാം. ഞാൻ ഇപ്പോഴും ഓർക്കും പഴയ നിയമത്തിലെ കാര്യം. അത് നിഴല്, പുതിയ നിയമത്തില് പൊരുള്. കർത്താവ് എങ്ങനെ, എനിക്കത് കുറച്ചും കൂടെ എനിക്കൊരു ക്ലാരിറ്റി വേണം. പെട്ടെന്ന് എന്റെ ഹൃദയത്തിലോട്ട് എന്റെ ഹൃദയത്തിൽ വന്നൊരു ചിന്ത കേട്ടോ, എന്റെ ഹൃദയത്തിൽ വന്നൊരു ചിന്തയാണ്. നമ്മൾ പണ്ടൊന്നും ഇപ്പോഴൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. ഒരു ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ അതിന് നെഗറ്റീവ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അതിന്റെ ശരിക്കുള്ള പ്രിന്റ് കിട്ടുന്നത്. ഈ നെഗറ്റീവ് അവരെടുത്തു കഴിഞ്ഞിട്ട് നെഗറ്റീവ് ഒക്കെ അവർ ഡാർക്ക് റൂമിൽ കൊണ്ട് വാഷ് ചെയ്ത് തന്നേച്ച് ഞാനത് കൊണ്ടുപോയി എംബസി കൊണ്ട് കൊടുത്താൽ, എന്റെ ID കാർഡ് കൊണ്ട് പുതുക്കാൻ കൊടുത്താൽ, എന്റെ ലൈസൻസ് റിന്യൂ ചെയ്യാൻ കൊടുത്താൽ നടക്കുമോ കാര്യം? നടക്കത്തില്ല. പക്ഷെ നെഗറ്റീവ് എന്തോ എന്റെ അല്ലേ, എന്റെ തന്നെയല്ലേ നെഗറ്റീവ്. എന്റെ കണ്ണും എന്റെ മൂക്കും എന്റെ മുടി എല്ലാം അതിനകത്തുണ്ട്, എല്ലാം അതിനകത്തുണ്ട്. പക്ഷെങ്കിൽ അതിനത്ര ഒരു ക്ലാരിറ്റി ഇല്ല. എന്റെ രൂപം അതിനകത്തുണ്ട്. അതിൽ നിന്നാണ് ഒരു പോസിറ്റീവ് വരാൻ പോകുന്നത്. അതിൽ നിന്നാണ് ഒരു നല്ല പ്രിന്റ് വരാൻ പോകുന്നത്. അതിൽ നിന്നാണ് ഒരു കളർ ഫോട്ടോ വരാൻ പോകുന്നത്. അതെനിക്ക് എവിടെയും കൊണ്ടു കൊടുക്കാം. അതെനിക്ക് ആധാർ കാർഡിന് ഉപയോഗിക്കാം. എന്റെ ഏത് ഒഫീഷ്യൽ ഡോക്യുമെന്റിലും എന്ത് വേണം, ആ പോസിറ്റീവ് എനിക്ക് ആവശ്യമുണ്ട്. ഒരു നെഗറ്റീവ് ഇല്ലാതെ ആ പോസിറ്റീവ് നമുക്ക് കിട്ടത്തേ ഇല്ല. ചിന്തിക്കുക വേണ്ട. പഴയ നിയമം ആർക്കും വേണ്ടല്ലോ, ന്യായപ്രമാണം ആർക്കും വേണ്ടല്ലോ. നമ്മൾ ഓർക്കണം, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ക്രിസ്തു എന്ന ആ യാഥാർത്ഥ്യത്തിന്റെ നെഗറ്റീവ് ഫിലിമാണ്, ഡാർക്ക് റൂമിലിട്ട് പ്രോസസ് ചെയ്തൊരു ഫിലിമാണ് ഇവിടെ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ നിൽക്കട്ടത്. അപ്പോൾ ഹാബേല് എന്താണ്? യാഗത്തിൽ വിശ്വസിച്ചു. അത് കഴിഞ്ഞിട്ട് 4:26 നമ്മൾ വായിക്കുന്നത് എന്താണ്? പിന്നെ സേത്തിന്റെയും ഏനോശിന്റെയും സമയത്ത് അവര് യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി. അവർ വായ് കൊണ്ട് കൺഫ്യൂസ് ചെയ്തു. ഞാൻ വിശ്വസിക്കുന്നു. ഒരു സഭയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വിശ്വസിച്ചു, ഏറ്റുപറഞ്ഞില്ലേ? പിന്നെ ഇനി എന്താ? അവര് ദൈവത്തോടു കൂടെ നടക്കുക. അപ്പോൾ അങ്ങനെ ഒരു ജീവിതം ഇങ്ങോട്ട് വരുമ്പോഴാണ് അടുത്ത ഹാനോക്കിന്റെ രംഗപ്രവേശനം നടക്കുന്നത്. ഹാനോക്കിന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു, നീ വിശ്വസിച്ചു, ശരി തന്നെ, നീ ദൈവത്തിന്റെ നാമത്തെ നീ വിളിച്ചപേക്ഷിക്കുന്നു, അവൻ ജീവനുള്ള ദൈവമാണെന്ന് നീ അക്നോളജ് ചെയ്യുന്നു, നീ അത് കൺഫേം ചെയ്തു നിന്റെ ഹാർട്ടില്. പക്ഷെങ്കിൽ ഇനി അടുത്തൊരു പടി കൂടി നീ പോണം. അവന്റെ കൂടെ നടക്കണം. അവന്റെ കൂടെ നീ നടക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ വിശ്വസിച്ചത് പ്രവൃത്തിയിലേക്ക് പുറത്തേക്ക് വരണം. ഞാൻ വാഗൊണ്ട് പറഞ്ഞാൽ പോരാ, ഫ്ലവറി വേർഡ്സ് പോരാ, വാഗൊണ്ട് പറഞ്ഞത് ഞാൻ പ്രവർത്തിക്കണം. അത് പ്രവൃത്തിയിൽ കാണിച്ച ദൈവപുരുഷനായിരുന്നു ആര്? ഹാനോക്ക്. അവൻ ദൈവത്തോട് കൂടെ നടന്നു. He displayed his life, the relation of the believer to the most high God. വലിയവനായ ദൈവത്തോടുകൂടെ ചേർന്ന് നടക്കുന്ന ആ ജീവിതം ഹാനോക്ക് ജീവിച്ച് കാണിച്ചു. സത്യത്തിൽ നടക്കുന്നത് ജീവിച്ച് കാണിച്ചു. ദൈവത്തിന് തന്റെ മക്കളോടുകൂടെ ചേർന്ന് ഒഴുകി നടക്കണം. ദൈവത്തിന് ഒഴുകണം നമ്മുടെ ജീവിതത്തിൽ കൂടി. ഞാനും നിങ്ങളും ദൈവം നമ്മുടെ ജീവിതത്തിൽ കൂടി ഒന്ന് ഒഴുകാനൊന്ന് അനുവദിച്ചു കൊടുക്കുമോ? എങ്കിൽ മാത്രമേ എനിക്ക് ദൈവത്തോട് കൂടെ നടക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം they believed, അത് കഴിഞ്ഞിട്ട് അവർ കൺഫസ് ചെയ്തു, അവർ വിശ്വസിച്ചു യാഗത്തിൽ. അതിനുശേഷം യഹോവയുടെ നാമത്തെ അവർ വിളിച്ചപേക്ഷിച്ചു. നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഇതെല്ലാം ഈ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്ന്. ഇത് ചിലപ്പോൾ കേൾക്കുമ്പോൾ നമുക്കൊരു ബോറിംഗ് ആയിട്ട് തോന്നും. പക്ഷെ എന്റെയും നിങ്ങളുടെയും ജീവിതം ഇതിൽ കൂടി വരച്ച് കാണിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിനുശേഷം സെറിമണീസും റിച്വൽസും, അതിനുശേഷം നമ്മുടെ അപ്പനും അമ്മയും നമ്മളെ പള്ളിയിൽ കൊണ്ടുപോകും, നമ്മളെ സമർപ്പിക്കും. നമുക്ക് പിന്നെ ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ വിശ്വാസ സ്നാനത്താല് ക്രിസ്തുവിനോടുകൂടെ മരിക്കുകയും ക്രിസ്തുവിനോട് അടക്കപ്പെടുകയും ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്ന, ക്രിസ്തുവിനോടുകൂടെ ചേരുന്ന എന്റെ വിശ്വാസത്തിന്റെ ഒരു പ്രഖ്യാപനം അവിടെ ഞാൻ നടത്തുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ വരിക. ആ സെറിമണികളെല്ലാം എന്നാൽ കഴിഞ്ഞു വരിക. എന്നാൽ ഇതൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞാലും ഹാനോക്കിന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു, ദൈവത്തോട് കൂടെ നീ നടക്കണം. സെറിമണി കുറച്ച് കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മുങ്ങിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ദേവദാസൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, കുതുന്ന ഭാവിയെന്ന്. എന്ന് പറഞ്ഞാല് ഇതൊക്കെ ചെയ്തിട്ടും ജീവിതത്തില് ആ വിശ്വാസത്തിന്റെ പ്രവൃത്തിയില്ലാത്തവരെ കണ്ടിട്ട് അത് തെറ്റെന്ന് പറഞ്ഞ് നമുക്ക് മാറ്റിയിരുത്താൻ പറ്റത്തില്ല. കാര്യം ഇത് വേദപുസ്തകത്തിലുള്ള കാര്യം. ഇത് പലർക്കും ഇടർച്ചയ്ക്ക് കാരണമായിട്ട് തീരുന്ന വിശ്വാസികളുടെ ജീവിതം. നമ്മുടെ നോട്ടം ക്രിസ്തുവിലേക്കായിട്ട് തീരട്ടെ. നമ്മുടെ മാതൃകാ പുരുഷൻ ക്രിസ്തു. അവൻ എന്റെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനും
അവൻ എന്റെ മുന്നേ ഓടിയവൻ, അവൻ എനിക്ക് വേണ്ടിയിട്ട് ക്രൂശിക്കപ്പെട്ടവൻ. ഒരു മനുഷ്യൻ എനിക്ക് വേണ്ടിയിട്ട് മരിച്ചില്ല, എന്റെ കർത്താവ് എനിക്ക് വേണ്ടിയിട്ട് മരിച്ചത്. അപ്പോഴ് അടുത്തത് എന്ത്, നമ്മളുടെ നടപ്പിനെ കുറിച്ച് എഫെസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു, നമ്മൾ ചെയ്തു പോരേണ്ടതിന് അവ നമുക്ക് മുന്നൊരുക്കിയിരിക്കുന്നു. ഇത് ഇംഗ്ലീഷ് വായിച്ചപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഫോർ വി ആർ ഹിസ് വർക്ക്മാൻഷിപ്പ്. നമ്മൾ അവന്റെ കൈവേലകളാണ്, നമ്മൾ അവന്റെ കൈപ്പണിയാണ്. ക്രിയേറ്റഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തുവിൽ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടവരാണ്. എന്തിനു വേണ്ടിയിട്ട്? സൽപ്രവർത്തികൾക്കായിട്ട്, ഫോർ ദ ഗുഡ് വർക്ക്. അടുത്തത് കേട്ടോണേ, വിച്ച് ഗോഡ് പ്രിപ്പയർഡ് ബിഫോർ ഹാൻഡ്. ദൈവം മുന്നമേ അത് ഒരുക്കി വെച്ചു. എന്തിനു വേണ്ടിയിട്ട്? സോ ദാറ്റ് വി മേ വാക്ക് ഇൻ ഹിം. നമ്മൾ അവനിൽ നടക്കേണ്ടതിനായിട്ട്. അപ്പൊ നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താ? ഹാനോക്ക് നടന്നതുപോലെ നടക്കാനായിട്ടാ. ഹാനോക്ക് ടൈഗ്രസ് നദി ഒഴുകിയതുപോലെ ഒഴുകാനായിട്ടാ. ദൈവം ഏദൻ തോട്ടത്തിൽ 4-ാം മണി നേരത്ത് കടന്നു വന്ന് മനുഷ്യരോടുകൂടെ ഒഴുകി വന്നതുപോലെ ഒരു ഒഴുക്ക് ദൈവം എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. അതില്ലാത്തവരുടെ ജീവിതത്തിൽ ഒരിക്കലും ആ ഒരു ഫലം കാണാനായിട്ട് ഇടയായി തീരുന്നില്ല. എന്നെ കഴിഞ്ഞ ഇന്നലെ ഞങ്ങളുടെ സഭയിൽ ദേവദാസൻ പ്രസംഗിച്ച ഒരു വിഷയം, പക്ഷെങ്കിൽ അദ്ദേഹം വേറൊരു വിഷയമാണ് പ്രസംഗിച്ചത്. പക്ഷെ എന്റെ ഹൃദയത്തില് ആ ഒരു ഭാഗത്തു നിന്ന് ഒരു പുതിയൊരു അറിവ് എനിക്ക് കാണാം. ഒരു പുതിയൊരു അറിവല്ല, ദൈവം എന്റെ കണ്ണുകളെ പ്രകാശിപ്പിച്ചു. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ ഈ ഒരു ഭാഗമേ അല്ല കേട്ടോ അവിടെ പറഞ്ഞ കാര്യം, അതേയല്ല, മിഷൻസിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ ഒരു ശിമിയോനെ കുറിച്ച് പറയുന്നുണ്ട്. ആഭിചാരം ചെയ്ത ഒരു ശിമിയോന്. ആഭിചാരം ശമരിയ പട്ടണത്തില് ശിമിയോൻ എന്നുള്ള പേരുള്ള ആഭിചാരം ചെയ്ത ഒരു ജാതിയെ ഭ്രമിപ്പിച്ചു പോന്നു. അവനൊടുവില് എന്ത് ചെയ്തു? ഫിലിപ്പോസിന്റെ പ്രസംഗമൊക്കെ കേട്ടപ്പോഴ് അവന് അങ്ങ് രക്ഷിക്കപ്പെട്ടു. അപ്പൊ അവനെ കുറിച്ച് പറയുന്നത്, ശിമോൻ താനും വിശ്വസിച്ചു. ശ്രദ്ധിച്ചേക്കണേ, വിശ്വസിച്ചു, സ്നാനമേറ്റു, ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു, വലിയ വീര്യപ്രവൃത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു. ഇവൻ രക്ഷിക്കപ്പെട്ടില്ലയോ? ഇവന് പള്ളിയിൽ കൈകൊട്ടി പാടാനും പോകുന്നില്ലേ? അതുപോലുള്ള അവസ്ഥയിൽ ഈ ശിമോനായി തീർന്നു. എന്താണ് എന്റെ താഴോട്ടൊന്ന് വായിച്ചപ്പോഴ് ശിമോൻ ചെന്നേച്ച് പറഞ്ഞു, ഞാൻ കുറച്ച് പൈസ തരാം, ഒരു ചെക്ക് എഴുതി തരാം. ഈ നിങ്ങൾ ചെയ്യുന്ന അത്ഭുതം, ഈ പരിശുദ്ധാത്മാവിന് എനിക്ക് കുറച്ച് ഇങ്ങോട്ട് തരാമോ? ഇവൻ വില കൊടുത്ത് ദൈവത്തിന്റെ ദാനത്തെ, ദൈവത്തിന്റെ ശക്തിയെ വില കൊടുത്ത് വാങ്ങിക്കാനായിട്ട് ഒരുങ്ങിയ ഒരു ശിമോനെ നമുക്ക് അവിടെ കാണാം. രക്ഷിക്കപ്പെട്ടവനാ, സ്നാനപ്പെട്ടവനാ, വിശ്വസിച്ചവനാ. എന്നെ അത്ഭുതപ്പെടുത്തി. ഇങ്ങനെയും ആവാൻ കഴിയുമല്ലോ മനുഷ്യന്. ഇങ്ങനെ ഒരു വിശ്വാസിക്ക് ഇങ്ങനെ ഒരു ജീവിതത്തിൽ ഒരു പാപമുണ്ട് എന്നുള്ളത് എനിക്ക് വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി തീർന്നു. ആ ശിമോനെ കുറിച്ച് പിന്നെ പറയുന്നത്, നിന്റെ ഹൃദയം ദൈവത്തിന് നേരുള്ളതല്ല. വിശ്വസിച്ചവനാ, സ്നാനമേറ്റവനാ, അപ്പോസ്തലനോടുകൂടി ചേർന്ന് നിന്നവനാ, അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടവനാ. അവന്റെ ഹൃദയം ദൈവത്തിന് നേരുള്ളതല്ലെന്ന്. വീണ്ടും പറയുന്നു, നീ വഷളത്വം വിട്ട് മാനസാന്തരപ്പെടണമെന്ന്. വിശ്വസിച്ച് സ്നാനപ്പെട്ടവനോട് പറയാം, നീ മാനസാന്തരപ്പെടണമെന്ന്. പിന്നെ അതിന്റെ അപ്പോസ്തല പ്രവൃത്തി 8:23 വായിക്കുന്നു, നീ കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു. ഞാനോർത്ത്, ഈ ശിമയോൻ എന്താ പറ്റിയേ? എവിടെ ശിമയോൻ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറ്റിയത്? ഇത് എന്റെയും നമ്മുടെ ഓരോരുത്തരുടെയും ഏത് വിശ്വാസിയുടെയും ജീവിതത്തിൽ നടക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാ. എന്താ പറ്റിയത്? എന്റെ ഉള്ളിൽ വന്നൊരു കാര്യം, അവൻ ദൈവത്തോട് കൂടെ നടക്കാനായിട്ട് അവന് കഴിഞ്ഞില്ല. നടക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം അറിയണം. അടുത്തത്, ഈ ശിമയോൻ ഒരു നല്ലൊരു ബൈബിൾ സ്റ്റഡി കൊടുത്തിരുന്നെങ്കിൽ, എനിക്ക് ഒത്തിരി ആഗ്രഹം തോന്നി ശിമയോനെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഒരു ബൈബിൾ സ്റ്റഡി എടുത്തു കൊടുക്കാറുണ്ടെന്ന്. കാരണം വചനമാണ് വിടുവിക്കുന്നത്, വചനമാ ദൈവത്തിന്റെ വഴി കാണിച്ചു കൊടുക്കുന്നത്. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അതൊക്കെ കഴിഞ്ഞിട്ട് വചനമില്ലാത്തത് കൊണ്ടാണ് ഇന്ന് പലരും നഷ്ടമായി കൊണ്ടിരിക്കുന്നത്. വചനത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ശിമയോന് പറ്റിയ ഒരു ട്രാജഡിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട്. അപ്പോൾ ഈ ഹാനോക്ക് ദൈവത്തോടു കൂടെ ചേർന്ന് നടന്നു. ഹാനോക്കിന്റെ ജീവിതത്തിന്റെ സാരം നമ്മൾ എടുത്തു കഴിഞ്ഞാല് ഹാനോക്കിന്റെ ജീവിതം വളരെ, ഇറ്റ് ഈസ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ മാൻസ് ലൈഫ്. നമ്മുടെ മനുഷ്യ ജീവിതത്തെ കുറിച്ചുള്ള ഒരു രത്ന ചുരുക്കം നമുക്ക് ഹാനോക്കിന്റെ ജീവിതത്തിൽ നിന്ന് കാണാൻ കഴിയും. നമ്പർ 1. 2, ഹാനോക്ക് ജീവിച്ച കാലം എന്തുതരം കാലമായിരുന്നു, എന്തുതരം സിറ്റുവേഷനിലായിരുന്നു ഹാനോക്ക് ജീവിച്ചിരുന്നത്. അതിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് നോക്കാൻ കഴിയും. 3, ഹാനോക്കിന്റെ ജീവിതത്തിന്റെ ക്വാളിറ്റി എന്തായിരുന്നു,
അവന്റെ ലൈഫിനൊരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. അവന്റെ നടപ്പിന്, അവന്റെ വിശ്വാസത്തിന്, അവന്റെ സ്വഭാവത്തിന് ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അവിടെ പറയുന്നു, അവന് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെ അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ അവൻ സാക്ഷ്യം പ്രാപിച്ചു. അപ്പോൾ അവന്റെ ജീവിതത്തിൽ എടുത്തു കഴിഞ്ഞിട്ടല്ല പോയി ആരും അല്ലവനായിരുന്നു എന്ന് പറഞ്ഞത്. മനസ്സിലായോ? ജീവിച്ചുകൊണ്ടിരുന്ന സമയത്തെ ഇവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നുള്ളൊരു സാക്ഷ്യം ദൈവത്തിന്റെ മുൻപില് ഹാനോക്കിന് ഉണ്ടാകാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പോഴ് ദൈവം ഒരിക്കലും ഒരു മനുഷ്യനിൽ പ്രസാദിക്കാതെ കൂടെ നടക്കത്തില്ല. നമ്മൾ ദൈവം പ്രസാദിക്കണമെന്നുണ്ടെങ്കിൽ ആമോസ് 3:3 വായിക്കുന്നു, 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? എനിക്ക് എന്റെ മനസ്സുകൊണ്ട് ഇണങ്ങാത്ത ഒരാളുടെ കൂടെ എനിക്ക് എന്നെ സംബന്ധിച്ച് വലിയ പ്രയാസമാണ്. പിന്നെ ദൈവത്തിന്റെ വചനം ഉണ്ടല്ലോ, അവരെ അങ്ങ് സ്നേഹിക്കണം, അവരോട് ക്ഷമിക്കണം, ഒരു വലിയ ഹൃദയം നിനക്കുണ്ടായിരിക്കണം എന്നൊക്കെ. അപ്പോഴ് ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ളതും പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന കൃപ അനുസരിച്ചും അവൻ തരുന്ന ഒരു ബലം അനുസരിച്ചും നമ്മൾ അവരെ ഗാർഡ് ചെയ്യും, നമ്മൾ അവരെ ഉൾക്കൊള്ളും, നമ്മൾ അവരെ അക്കോമഡേറ്റ് ചെയ്യും. പക്ഷെങ്കിൽ ഇവിടെ പറയുന്നുണ്ട്, 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കും. ദൈവം പറയുന്നത് തന്നെ ഞാൻ പറയുന്ന ആളായിരിക്കണം. ദൈവം പോകുന്ന ദിശയിൽ തന്നെ ഞാൻ പോകണം. ദൈവം പറയും ഞാൻ വലത്തോട്ട് പോവാന്ന് പറയുമ്പോൾ ഞാൻ പറയോ ഇല്ല ദൈവം ഞാൻ ഇവിടെ വരെ പോകുന്നു, ഞാൻ ഇവിടെ അങ്ങ് നിർത്തുക. നടക്കത്തില്ല. തമ്മിൽ ഒന്നിച്ച് നടക്കാതെ, 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ, ഇഫ് യു ഡോണ്ട് എഗ്രി ഈച്ച് അതർ യു കനോട്ട് വാക്ക് ടുഗദർ. 2 പേർ ഒരുമിച്ച് അത് എഗ്രി ചെയ്യാതെ കണ്ട് ഒരിക്കലും നമുക്ക് ദൈവത്തോട് കൂടെ നടക്കാനായിട്ട് കഴിയത്തില്ല. അപ്പോഴ് അങ്ങനെ ദൈവത്തോടു കൂടെ നടന്ന ഒരു ഹാനോക്കിനെ കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിന്റെ ചിന്തകളായിരുന്നു ഹാനോക്കിന്റെ ചിന്ത എന്ന് കാണാൻ സാധിക്കുന്നു. അങ്ങനെ നടക്കുമ്പോൾ ഹാനോക്കിന് ഉണ്ടാകുന്ന അവസ്ഥ എന്തൊക്കെയായിരിക്കും? ഹാനോക്കിന് സമാധാനം, ഹൃദയം നിറയെ, ഫ്രണ്ട്ഷിപ്പ്, എന്തുണ്ടേലും പറയാലോ. എനിക്ക് വിഷമാണേലും ദുഃഖമാണേലും എന്നെ ആരെങ്കിലും ഞുള്ളി അല്ലെങ്കിൽ എന്നെ തെള്ളി, എന്തൊക്കെയാ നമ്മുടെ ജീവിതത്തിൽ അല്ലേ, എന്നെ ഹേർട്ട് ചെയ്തു, എന്നെ ഇൻസൾട്ട് ചെയ്തു, എന്നെ റിജക്ട് ചെയ്തു, എന്നോട് നല്ലത് സംസാരിച്ചില്ല, എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ഒക്കെ പറയാനുണ്ട്. എനിക്ക് പറയാൻ എന്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ട്. കൂടെ നടക്കുമ്പോഴേ എനിക്ക് കൂടെ നടക്കുന്നതിനോട് പറയാം. കാര്യം അവൻ എന്നെ നാളെ തിരിഞ്ഞു കുത്തത്തില്ല. എനിക്ക് അവനോട് പറയാം, ഏത് സമയത്തും പറയാം. അവന്റെ കൂടെ നടക്കുമ്പോൾ എനിക്ക് സമാധാനമുണ്ട്. അവന്റെ കൂടെ നടക്കുമ്പോൾ എന്റെ അകത്തെ സ്നേഹം അങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുക. ഇത് ഒരിടത്ത് നിൽക്കുമല്ല, എന്റെ അകത്തെ സമാധാനം വളർന്നുകൊണ്ടിരിക്കും. എനിക്ക് അവനുമായിട്ടുള്ള ബന്ധം വളർന്നുകൊണ്ടേയിരിക്കും. ഇപ്പം ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലുള്ള ബന്ധം വളരുന്നത് അവരുടെ വിവാഹത്തിന് ശേഷമാണ്. അവർ ഒരുമിച്ചായിരിക്കുമ്പോഴാണ്, അവർ എൻഗേജ്മെന്റ് കഴിഞ്ഞ് ദൂരത്തിരിക്കുമ്പോഴല്ല, അവർ ഒരുമിച്ച് അവർ ശരീരത്തിൽ ഒന്നായി തീരുമ്പോഴാണ് അവർ തമ്മിലുള്ള ബന്ധത്തിന് വളർച്ച ഉണ്ടാവുന്നതും ആ ബന്ധത്തിൽ ഫലങ്ങൾ ഉണ്ടാവുന്നതും. അപ്പോഴ് ഇവിടെ നമുക്ക് മനസ്സിലാക്കും, ഒരുമിച്ച് നടക്കുമ്പോൾ അവൻ എന്റെ പാപങ്ങളെ ക്ഷമിക്കുന്ന, അവന്റെ പാപക്ഷമയെ കുറിച്ചുള്ള ബോധ്യം എനിക്ക് ഉണ്ടാകുന്നു. ഒരുമിച്ച് നടക്കുമ്പോൾ അവൻ എന്നെ നീതീകരിക്കുന്ന നീതിയെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ടാകുന്നു. അതാണ് നമ്മളിവിടെ എബ്രായർ 11:6 വായിക്കുന്നത്. ആ അടുത്ത വാക്യം വായിക്കുന്നു, ഹാനോക്കിനെ കുറിച്ച് തന്നെ, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? 2 കാര്യം. ദൈവം ഉണ്ട്, ഹിസ് ഡിവൈൻ എക്സിസ്റ്റൻസ്, ദൈവം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുക. ഹാനോക്കിന്റെ ജീവിതത്തിലുണ്ടായിരുന്ന വലിയൊരു പ്രത്യേകത എന്തായിരുന്നു? ഹി റിയലൈസ് ദ എക്സിസ്റ്റൻസ് ഓഫ് ദ ഡിവൈൻ പ്രസൻസ്. ദൈവത്തിന്റെ ദൈവം എന്റെ ജീവിതത്തിൽ ഉണ്ട്. അവൻ അറിയാതെ എന്റെ തലയിൽ ഒരു മുടി പോലും കൊഴിയുന്നില്ല. അവൻ അറിയാതെ ഒരാൾ എന്നോട് ഇച്ചുപോന്ന് പറയത്തില്ല. അതും ദൈവം അറിയുന്നു. ഞാൻ അറിയാത്തൊരു കാര്യം പോലും ദൈവം എന്നെ കുറിച്ചുള്ളത് അറിയുന്നു. ദൈവത്തിന്റെ എന്റെ ജീവിതത്തിലുള്ള സാന്നിധ്യം, സാമീപ്യം, അവന്റെ പ്രസൻസ് ഹാനോക്ക് നന്നായിട്ട് തിരിച്ചറിഞ്ഞു. 1, ദൈവം ഉണ്ട് എന്ന് ഹാനോക്ക് തിരിച്ചറിഞ്ഞു. 2ാമതായിട്ട് അവൻ പ്രതിഫലം കൊടുക്കുന്ന ദൈവമാണെന്നും ഹാനോക്ക് തിരിച്ചറിഞ്ഞു. അങ്ങനെയല്ല നമ്മളവിടെ വായിക്കുന്നത് 6ാമത്തെ വാക്യത്തിൽ, തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലേ. അപ്പൊ ഹാനോക്ക് ദൈവത്തെ അന്വേഷിച്ചവനായിരുന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നവനായിരുന്നു. ഹാനോക്ക് ദൈവത്തെ വിശ്വസിച്ചവനായിരുന്നു. ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചവനായിരുന്നു.
ഹാനോക്ക് ദൈവത്തിന്റെ അടുക്കിലേക്ക് വന്നവനായിരുന്നു. ഹാനോക്കിന്റെ വശത്തു നിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നത്? ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു. 11:6. ഹാനോക്ക് ദൈവത്തിന്റെ അടുക്ക വന്നു. ഹാനോക്ക് ദൈവത്തെ അന്വേഷിക്കുന്നവനായിരുന്നു. അതുകൊണ്ട് ഹാനോക്കിന് ഒരു കാര്യം മനസ്സിലായി, ദൈവം എന്റെ കൂടെയുണ്ട്, ദൈവം എന്റെ നടുവിലുണ്ട്. എത്ര ദൈവമില്ല എന്ന് തോന്നുന്നത് പോലത്തെ വിഷയങ്ങളാണെങ്കിലും അബ്രഹാമിന് നക്ഷത്രമില്ലാത്ത ആകാശം അബ്രഹാമിന് 22-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു, കഴിഞ്ഞ ദിവസം പറയാനിടയായി തീർന്നു. പക്ഷെങ്കിൽ അപ്പോഴും ദൈവം ഇതിന്റെ പിന്നാമ്പുറത്ത് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. അപ്പൊ നമ്മൾ കണ്ടു ഉൽപ്പത്തി പുസ്തകത്തിൽ 2 പ്രാവശ്യം പറയുന്നത് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്ന്. അപ്പോൾ ഹാനോക്ക് പിന്നെ അതിനു മുമ്പുള്ള 65 സംവത്സരം ഹാനോക്കിന് ദൈവവുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളൊരു തെളിവ് പറയാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഹാനോക്ക് തന്റെ പുത്രനിട്ട പേരെന്താണെന്നറിയാം? മെഥുസാലെ എന്നാണ്. ഏറ്റവും കൂടുതൽ ആയുസ് ഉണ്ടായിരുന്നവനായിരുന്നു മെഥുസാലയുടെ ജീവിതത്തിന് ശേഷമാണ് നോഹയുടെ കാലത്തെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്നത്. ഹാനോക്ക് ജീവിക്കുമ്പോൾ ആദമുണ്ട്, ആദമിന്റെ മക്കളുണ്ട്, അതിന്റെ മുൻപിലത്തെ തലമുറകളൊക്കെ ഉണ്ട് ഹാനോക്ക് ജീവിക്കുന്ന സമയത്ത്. അപ്പോഴ് ഇവിടെ പറയുന്നു മെഥുസാല എന്നുള്ള ആ പേരിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? വെൻ ഹി ഈസ് ഡെഡ് ഇറ്റ് ഷാൽ കം. അവൻ മരിക്കുമ്പോൾ അത് വരും. അതായിരുന്നു മെഥുസാല എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഹാനോക്ക് എന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞ ടീച്ചിങ്, പഠിപ്പിക്കുക. തന്റെ മോനൊരു പേരിട്ട് അർത്ഥമുള്ള പേരൊക്കെ നമ്മൾ മക്കൾക്ക് ഇടണം കേട്ടോ. അർത്ഥമുള്ള പേരുകൾ ഇടണം. നമ്മുടെ തിരുവനന്തപുരത്തിൽ ഒരുപാട് അർത്ഥമുള്ള പേരുകളുണ്ട്. അതിന്റെ ഉപയോഗം എന്താണെന്നറിയാമോ? നമ്മൾ ഓരോ പ്രാവശ്യം ആ പേര് വിളിക്കുമ്പോൾ വി ആർ കൺഫ്യൂസിങ് ദ ട്രൂത്ത്. നമ്മൾ ദൈവത്തിന്റെ സത്യം നമ്മൾ അവരുടെ മേലെ കൺഫ്യൂസ് ചെയ്യുക. ഞാനിവിടെ എന്റെ എലൈജ അവന് കുഞ്ഞായിട്ടിരിക്കുമ്പോ അവനെ ഓമനപ്പേര് ചൊല്ലി ബൂബു ബൂബു എന്നൊക്കെ വിളിക്കുമായിരുന്നു. എന്നോട് ഒരു ദൈവമകൾ എന്നോട് വന്ന് പറഞ്ഞ, ചേച്ചി പിന്നെ നല്ലൊരു പേര് ചേച്ചി അവൻ ഇട്ടിട്ടുണ്ട്, അവൻ എന്തിനാ ഈ പേര് വിളിക്കുന്നത്? അന്ന് ദൈവം എനിക്ക് കൃപ വന്ന ആ പേര് മാറ്റാൻ. അന്നോട്ട് ഞാൻ അവനെ എലൈജ എന്നാ വിളിക്കുന്നത്. അവനെ ഓരോ പ്രാവശ്യം എലൈജ എന്ന് വിളിക്കുമ്പോൾ യഹോവ എന്റെ ദൈവം എന്നാ ഞാൻ അവന്റെ മേലെ കൺഫ്യൂസ് ചെയ്യുന്നത്. യഹോവ എന്റെ ദൈവം എന്ന് ഞാൻ അവന്റെ മേലെ കൺഫ്യൂസ് ചെയ്യാം. അതുപോലെ ഓരോ പേരുകളും. ഡാനിയൽ എന്ന് വിളിക്കുന്നുണ്ട് യഹോവ എന്റെ ജഡ്ജ്. ശമൂവേൽ എന്ന് വിളിക്കുമ്പോൾ ദൈവത്തിന്റെ ദാനം. അപ്പോൾ ഇങ്ങനെ അർത്ഥമുള്ള പേരുകൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഇടുന്നത് വളരെ നല്ലതാണ്. ആ പേരുകൾ നമ്മൾ അവരുടെ നേരെ കൺഫ്യൂസ് ചെയ്യുന്നത് ഏറ്റവും വളരെ പ്രയോജനമുള്ള കാര്യമാണ്. ഭാവിയിൽ അവർക്ക് പ്രയോജനപ്പെടും. അപ്പൊ അങ്ങനെ ഹാനോക്ക് ദൈവത്തോട് കൂടെ. അപ്പൊ മെഥുശാല എന്നുള്ള പേരിന്റെ അർത്ഥം എന്താ? വെൻ ഹി ഈസ് ഡെഡ് ഇറ്റ് ഷാൽ കം. അവൻ മരിക്കുമ്പോൾ വരും. എന്തിനെ കുറിച്ച് ഇത് പറയുന്നത്? അവന്റെ മരണശേഷം എന്തോ ഒന്ന് വരുന്നു. നോക്കണം, തന്റെ മകനിട്ട പേരിനകത്ത് ഹാനോക്ക് ഒരു പ്രവചനമാണ് പ്രവചിച്ചത്. ഹാനോക്ക് യൂദായുടെ ലേഖനത്തിൽ മാത്രമല്ല പ്രവചിച്ചത്. ഹാനോക്ക് ഉൽപ്പത്തി പുസ്തകത്തിലെ പ്രവചിച്ചത് യൂദയോട് എഴുതിയിരിക്കുക. ഹാനോക്ക് തന്റെ മോന് പേരിട്ടപ്പോഴേ ഹാനോക്ക് ഒരു പ്രവചനാത്മാവില പേരിട്ടത്. നീ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഭൂമിയില് വലിയ പ്രളയം ഉണ്ടാകും. ഈ പ്രളയം ഒന്നും കണ്ട ആളല്ല ഹാനോക്ക്. മെഥുശാലയും പ്രളയം കണ്ടില്ല. പക്ഷെങ്കില് ഹാനോക്ക് മെഥുശാലയ്ക്ക് പേരിട്ടു. 300 വർഷം ദൈവത്തോടു കൂടെ നടന്നെന്നാണ് അത് ഉൽപ്പത്തി 5 നമ്മൾ വായിക്കുന്നത്. 300 വർഷം ഹാനോക്കിന് ഒരു ബോറിങ്ങും തോന്നിയില്ല. ഈ ദൈവത്തിന്റെ മുൻപില് ദൈവത്തോടു കൂടെ നടന്ന ആർക്കെങ്കിലും ബോറിങ് തോന്നുന്നുണ്ടോ? വചനമൊക്കെ കുറെ കേട്ട് കഴിയുമ്പം ബോറിങ് തോന്നും. കുറെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ബോറിങ് തോന്നും. കുറെ വായിച്ചു കഴിയുമ്പോൾ ബോറിങ് തോന്നും. കുറെ കഴിയുമ്പോൾ ഉറക്കം വരും. എത്ര നാളാ ഇങ്ങനെ? വാഗ്ദത്തങ്ങളൊക്കെ ഉണ്ട്, എത്ര കാലമായിട്ട് പ്രാർത്ഥിക്കുക, മറുപടി ഒന്നും കിട്ടുന്നില്ല. ആർ യു ബോർഡ്? എന്താണെന്നറിയാം ബോറിങ് വരുന്നത്? നമ്മൾ അവന്റെ സ്വഭാവത്തിന്റെ ആഴത്തിലേക്ക് കയറാത്തത് കൊണ്ട്. ഹാനോക്കിനെ സംബന്ധിച്ച് അവന് ജീവിച്ച ഭൂമിയിൽ അവന് സ്വർഗമായിരുന്നു. സ്വർഗത്തിൽ ബോറിങ് ഇല്ലല്ലോ. അവൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവൻ അനുഭവിച്ചതൊക്കെ സ്വർഗമായിരുന്നു. കാരണം ദൈവത്തോട് കൂടെ നടന്നത്. അവിടെ ഒന്നും ഹംസൊന്നും ഇല്ലായിരുന്നു. ഈ വണ്ടി പോയി ഇടിച്ചു പോയി നിൽക്കുക, വണ്ടി പോയി പൊങ്ങിച്ചാട്, ഇത് ഒരു പരിപാടിയില്ല. ഹാനോക്കിന്റെ ജീവിതത്തില് ഇങ്ങനത്തെ ഞെട്ടലും വിറയലും വണ്ടി വിറച്ചു നിൽക്കലും ഒരു പരിപാടിയില്ല. ദൈവത്തോട് കൂടെ സമാധാനത്തോട് പോവുക. ഹാനോക്കിന്റെ ജീവിതത്തില് അതെ പിന്നെ ശീതവാനും അല്ല ഉഷ്ണവാനും അല്ലാത്ത വാട്ടവെള്ളത്തിന്റെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ദൈവത്തോട് കൂടെ നടക്കുക. ഹാനോക്കിന് ഒരു ബോറിങ്ങും ഇല്ലായിരുന്നു. ഹി എൻജോയ്ഡ് ദ ഫെലോഷിപ്പ് വിത്ത് ഗോഡ്.
ഹാനോക്ക് രാത്രിയിൽ ഉറങ്ങിയാലും ഹാനോക്കിലൊന്നറിയാം, ഞാൻ ദൈവത്തിന്റെ നെഞ്ചോട് ചാരി ഉറങ്ങുന്നത്. ഹാനോക്കിന്റെ ദിവസം എഴുന്നേൽക്കുന്നുണ്ട്. ഹാനോക്കിന് ഭാര്യയുണ്ട്, മക്കളുണ്ട്. അവിടെ അത് വായിക്കുന്നുണ്ടല്ലേ. ഹാനോക്ക് മക്കളെ പുത്രിമാരെയും പുത്രന്മാരെയും ജനിപ്പിച്ചു. ഹാനോക്കിന് നമ്മളെ പോലൊക്കെ വിഷയം ഉണ്ടായിരുന്നു. അവർക്ക് പനി ഉണ്ടായിരുന്നു, അവർക്ക് ബ്രോങ്കൈറ്റിസ് ഉണ്ടായിരുന്നു. അവർക്ക് അന്നത്തെ കാലത്ത് ഇന്നത്തെ മെഡിക്കൽ സയൻസ് ഒന്നും ഇല്ലാത്തപ്പോ കുറെ കൂടെ ഭാരമേറിയ ജീവിതമാണ് ഉണ്ടായിരുന്നത്. ദിവസത്തിന്റെ ഭാരങ്ങൾ ഉണ്ടായിരുന്നു ഹാനോക്കിന്. പക്ഷെ അതൊന്നും ഹാനോക്കിനെ തളർത്തിയില്ല. ഹി വാക്ക്ഡ് വിത്ത് ഗോഡ്. അവൻ രാത്രിയിൽ അവൻ ഉറങ്ങിയപ്പോഴും ഹി വാക്ക്ഡ് വിത്ത് ഗോഡ്. പകൽ സമയം അവന് കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും കുടുംബജീവിതത്തിലും അവന് പൂർണ്ണമായിട്ട് എൻഗേജ്ഡ് ആയപ്പോഴും ഹി വാക്ക്ഡ് വിത്ത് ഗോഡ്. അവൻ ഓടിയില്ല. ദൈവത്തിന് മുമ്പായിട്ട് അങ്ങ് ഓടിക്കട്ടച്ച് എങ്ങനെങ്കിലും കുറെ കാര്യങ്ങൾ ചെയ്ത് അങ്ങ് പോണം എന്ന് പറഞ്ഞിട്ട് ഓടുന്ന ദൈവമക്കളുണ്ട്. നമുക്ക് ദൈവത്തോടു കൂടി നടക്കാം. നമുക്ക് ഓരോ നടപ്പിലും ദൈവത്തിന് നമ്മളോട് എന്തൊക്കെയോ സംസാരിക്കാണ്. ഒത്തിരി ഓടി അണച്ചു കഴിഞ്ഞാല് നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, അണയ്ക്കും. എന്നാൽ ഇതൊക്കെ നടക്കാൻ നമുക്ക് നടന്നു കഴിഞ്ഞാൽ അതൊരു പ്രോഗ്രഷൻ നമുക്കുണ്ടാകും. അങ്ങനെ 300 വർഷക്കാലം ബോറിംഗ് ഇല്ലാതെ കണ്ട് ദൈവത്തോടു കൂടെ നടന്നു, ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കി, ദൈവത്തിന്റെ ആഴങ്ങൾ മനസ്സിലായി, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ നീളവും ആഴവും ഉയരവും വീതി, ദൈവത്തിന്റെ കൃപയുടെ ആഴം, അങ്ങനെ എല്ലാ തരത്തിലും ഹാനോക്കിന് ദൈവത്തെ മനസ്സിലാക്കാനുള്ള കാലയളവായിരുന്നു 300 വർഷക്കാലം. യെശയ്യാ 40 പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ചിറകടിച്ചു കയറുന്ന അവസ്ഥകളുണ്ട്, തളർന്ന് ഓടുന്ന അവസ്ഥയുണ്ട്. നടക്കുന്നതിനെ കുറിച്ച് അവിടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു. നമ്മൾ നടക്കണം ദൈവത്തോടുകൂടെ. നമ്മള് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി കാര്യം നമ്മുടെ അങ്ങ് കുടഞ്ഞിട്ട് അങ്ങ് പറയുക. ഞാനങ്ങ് ഓർക്കും, ദൈവം ഇതെല്ലാം കൂടെ കേട്ടിട്ട് ദൈവത്തിന് പോലും സമയം കിട്ടുമോ ഇതെല്ലാം കൂടെ എഴുതി വെക്കാനെന്ന്. അതുപോലെ നമ്മുടെ ആവശ്യങ്ങൾ അങ്ങ് ബുള്ളറ്റ് പോയിന്റ്സില. അല്പസമയം ദൈവസന്നിധിയിൽ ഒന്ന് ശാന്തമായിട്ടിരുന്ന് അവന്റെ വചനം വായിക്കുമ്പോൾ, ദൈവമേ എന്താ നിനക്ക് എന്നോട് പറയാനുള്ളത്, അതൊന്ന് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നടക്കണം ദൈവത്തോടെ. വി നീഡ് ടു ഡൈവ് ഡീപ്പ്. വെള്ളത്തിന്റെ ആഴത്തിലോട്ട് നമ്മൾ ഇറങ്ങണം. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു, നമുക്ക് ദൈവം തന്റെ ആത്മാവിനാൽ ഇതെല്ലാം വെളിപ്പെടുത്തും. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരും. വചനത്തിന് ആഴമുണ്ട്. യെശയ്യാവ് 45 വായിക്കുന്നു, ഇരുട്ടിലെ നിക്ഷേപങ്ങളെ, മറവിടങ്ങളെ, ഗുപ്തനിധികളെ വെളിപ്പെടുത്തി തരിക. ഇതിങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ട് തന്നിരിക്കുമ്പോ എങ്ങനെ ബോറിംഗ് ഉണ്ടാവുന്നത്, എങ്ങനെ വിരസത ഉണ്ടാവുന്നത്? ഒരിക്കലും ഒരു വിരസത ഉണ്ടാവത്തില്ല. ആദ്യം ഒരു കഥ പോലൊക്കെ നമ്മൾ വായിക്കാം, എന്നാൽ അതിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പോകാൻ സമയമായി. എബ്രായ ലേഖന കർത്താവ് പറയുന്നു, നിങ്ങൾ ഇപ്പോഴേ ഉപദേഷ്ടാക്കന്മാരാണ്ട സമയമൊക്കെ കഴിഞ്ഞു. ഇപ്പോഴും നിങ്ങളൊക്കെ പാലും ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുക. പാലല്ല, കട്ടിയ ആഹാരമാണ് വേണ്ടത്. വളരെ സ്നേഹത്തോടെ ലേഖൻ പറയുന്നത്. അത് അവരെ അങ്ങ് കുറ്റപ്പെടുത്തി കെട്ടിത്താത്തൊന്നും അല്ല പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്കൊന്ന് ശോധന ചെയ്യാം. കൂടെ നടക്കുമ്പോൾ ഉണ്ടല്ലോ, അവൻ നമ്മളെ വിശുദ്ധീകരിക്കും. പത്രോസിന്റെ ലേഖനത്തിൽ അങ്ങനെയാ പറയുന്നത്. അതെ, പിന്നെ ഈ ലോകത്തെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായിട്ട് എല്ലാ നടപ്പിലും വിശുദ്ധരാകുവേ. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. ദൈവത്തോട് കൂടെ നടന്നാൽ എനിക്ക് നിങ്ങൾക്കൊരു വിശുദ്ധിയുടെ ഇമ്പാർട്ടേഷൻ ഉണ്ടാകും. ദൈവത്തോട് കൂടെ നടന്നാൽ നമ്മുടെ ജീവിതത്തിൽ സത്യമുണ്ടാകും. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്നറിയുന്നത് ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. എന്നിൽ സത്യം വളരണമെങ്കിൽ, എന്നിൽ നീതി വളരണമെങ്കിൽ, എന്നിൽ സ്നേഹം വളരണമെങ്കിൽ ഞാൻ അവനോട് കൂടെ നടക്കണം. മീകാ പ്രവചനം 6:8 എന്താ വായിക്കുന്നത്? മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ആര്? ദൈവം. എന്താണ്? ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിട്ടിരിപ്പാനും നിന്റെ ദൈവസന്നിധിയില്, നിന്റെ ദൈവത്തിന്റെ സന്നിധി താഴ്മയോടെ നടപ്പാനും. അല്ലാതെ വേറെ എന്താ നിന്നോട് ചോദിക്കുന്നത്? എന്നാൽ ഈ നടക്കുന്ന സമയത്ത് ചിന്തിക്കരുത് കേട്ടോ, എല്ലാം ഒരു ഫ്ലവറി ആയിട്ടുള്ള അനുഭവങ്ങളായിരിക്കും. ഇറ്റ് ഇസ് നോട്ട് എ ബെഡ് ഓഫ് റോസസ്. നമ്മളങ്ങ് പുഷ്പങ്ങളുടെ നീലി ആയിരിക്കത്തില്ല നടക്കുന്നത്. 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, കൂരിലിന്റെ താഴ്വരയുണ്ട്. Even though you walk through the valley of the shadow of death, I fear no evil. ഞാൻ കൂരിലിന്റെ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുന്നില്ല. ഹാനോക്ക് നടന്നതുപോലെ നടക്കാൻ ഇന്ന് പകലില് നമ്മളൊരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ ഒരു മുന്നറിയിപ്പൂടെ തരിക. ഇരുളിന്റെ താഴ്വര കാണും, മരണനിഴലിന്റെ താഴ്വര കാണും,
കൂരുകളുടെ താഴ്വര കാണും. പക്ഷെ നമുക്കൊരു ഉറപ്പുണ്ട്, ഈ ജീവനുള്ള ദൈവം, ഈ യേശു ക്രിസ്തു, എനിക്ക് വേണ്ടിയിട്ട് മരിച്ചവൻ, അവൻ എന്നോട് കൂടെയിരിക്കും. അവന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. അവന്റെ നിഴൽ അത്യുന്നതന്റെ ചിറകിന്റെ മറവില് അവൻ നമ്മളെ എപ്പോഴും മറയ്ക്കും. അവൻ നമുക്ക് സൂര്യനും പരിചയം പലകയുമായിട്ട് അവൻ നമ്മുടെ കൂടെ ഇരിക്കും. ഹാനോക്ക് നടന്ന കാലം എന്ത് കാലമാണെന്നറിയാമോ? അന്ന് അതിന്റെ 6-ാമത്തെ അധ്യായം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ഭൂമിയിലെല്ലാം മനുഷ്യന്റെ ദുഷ്ടത വലിയതായിരുന്നു. നമ്മള് ചിന്തിക്കും, പിന്നെ എന്റെ സാഹചര്യങ്ങളൊക്കെ കൊണ്ടാ എനിക്ക് പറ്റാത്തത്. ഹാനോക്ക് ജീവിച്ച കാലം, അന്ന് ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതായിരുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ വായിക്കാം, ഉൽപ്പത്തി 6:5. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്നും യഹോവ കണ്ടു. മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് യഹോവ അനുഭവിച്ചു. ദൈവത്തിന്റെ ഹൃദയത്തിൽ അങ്ങ് ദുഃഖം ഉണ്ടായി. ഞാൻ ഇതിനെയൊക്കെ സൃഷ്ടിച്ചു പോയല്ലോ എന്ന്. ഹാനോക്ക് ജീവിച്ച കാലത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഹാനോക്ക്, ഹി വാസ് എ ഫാമിലി മാൻ. അടുത്ത കാര്യം, ഹാനോക്ക് ഒരു കുടുംബമുള്ള മനുഷ്യനായിരുന്നു. ഞാൻ കഴിഞ്ഞ ബൈബിൾ സ്റ്റഡിക്ക് പറഞ്ഞു, ആ ബൈബിൾ സ്റ്റഡിക്ക് ഉണ്ടായിരുന്നവരാരും ഇല്ലല്ലോ, ബിനു മാത്രമുണ്ട്, കുഴപ്പമില്ല. കഴിഞ്ഞ ബൈബിൾ സ്റ്റഡിക്ക് ഞാൻ ആദ്യം രക്ഷിക്കപ്പെട്ട സമയത്ത് എന്നോട് ഒരു നല്ലൊരു അങ്കിള്, ഇവിടെ അബുദാബിയിൽ തന്നെയുള്ള ഒരു അങ്കിൾ എന്നോട് പറഞ്ഞു, സൂസനെ ഇങ്ങനെ വിശ്വാസത്തോടൊക്കെ എങ്ങനെയൊക്കെ ഇറങ്ങാമൊക്കെ എന്ന് പറഞ്ഞാൽ, കർത്താവ് പറഞ്ഞു ക്രൂശ് എടുത്തൊക്കെ പിന്നാലെയൊക്കെ ഇറങ്ങാന്. കർത്താവിനൊരു കാര്യമുണ്ട്, കർത്താവിന് ഭാര്യയില്ല, മക്കളില്ല, വീട് നോക്കണ്ട, കുടുംബം നോക്കണ്ട, ജോലി ചെയ്യണ്ട, അധ്വാനിക്കണ്ട, വേറൊന്നും നോക്കണ്ട, പോകുന്നിടത്ത് പോയി കിടക്കുക, അവിടുന്ന് വല്ലവരും തന്നാ കഴിക്കുക, ഇങ്ങനൊക്കെ ജീവിച്ചാൽ മതിയായിരുന്നു കർത്താവ്. നമുക്കത് പറ്റുമോ സൂസനെ എന്ന് എന്നോട് ചോദിച്ച വാക്ക് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ദൈവകൃപയാല് ആ വ്യക്തി ഇന്ന് ക്രിസ്തുവില് ഇന്ന് ശക്തിയോടെ നിൽക്കുന്നു. പക്ഷെ ഇത്തരം വാക്കുകളൊക്കെ ഞാൻ ഓർക്കും, എന്നെ അന്നൊക്കെ ചിന്തിപ്പിച്ച വാക്കുകളാ. പക്ഷെങ്കിൽ അതൊന്നും എന്നെ കുലുക്കാനായിട്ട് ദൈവം സമ്മതിച്ചില്ല. ഈനോക്ക് വാസ് എ ഫാമിലി മാൻ. നമുക്ക് എന്ത് എക്സ്ക്യൂസാ പറയാനുള്ളത്? എനിക്ക് ദൈവത്തോടുകൂടെ നടക്കാൻ കഴിയുന്നില്ല എന്ന്, എനിക്ക് വചനം പഠിക്കാൻ കഴിയുന്നില്ല എന്ന്, എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെന്ന്, ഈ ജീവനുള്ള ദൈവത്തെ എനിക്ക് വിശ്വസിക്കാൻ എനിക്ക് പറ്റത്തില്ല എന്ന്, എന്റെ കൂടെ ഉള്ളവർ എന്നെ അതിന് സമ്മതിക്കത്തില്ലെന്ന്. ഇന്ന് ഈ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ജീവനുള്ള ഒരു ദൈവത്തെ ഞാൻ പ്രസംഗിക്കുന്നത്, ഞാൻ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത്. ഇന്ന് സുപ്രസാദ കാലം, ഇന്ന് രക്ഷാ ദിവസം. കേട്ടില്ല എന്ന് ഇന്നുവരെയും യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തി ഇവിടെ ഉണ്ടെങ്കിൽ, ഞാൻ കേട്ടില്ല എന്ന് പറയുന്ന ഒരു എക്സ്ക്യൂസ് അവർക്കുണ്ടാവത്തില്ല അവൻ ന്യായം വിധിക്കുന്ന സമയത്ത്. അതുകൊണ്ട് ആ വേദനയോടെ, ആ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി ഞാൻ പറയാം, അവനോട് കൂടെ നമുക്ക് ചേർന്ന് നടക്കാം. ഇന്നൊരു ലുക്വാം രീതിയിലാണോ, നമ്മളൊരു ശീതോഷ്ണവാനായിട്ടാണോ നടക്കുന്നത്? പോരാ, നമുക്ക് ചേർന്ന് നടക്കാം. ഭൂമി ദുഷ്ടതയൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഭവനത്തിനകത്തും ഭവനത്തിന്റെ വെളിയിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ അകത്തുനിന്നൊക്കെ ഇതുണ്ടാവും. ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് നടന്നു. ഹാനോക്കിന് ഒരു കംപ്ലൈന്റും ഉണ്ടായിരുന്നില്ല. അതും പോരാഞ്ഞിട്ട് ഹാനോക്ക് പ്രവചിക്കുകയും ചെയ്തു. അവിടെ ഓർത്ത് നോക്കിയേ, ഹാനോക്കിൽ ഒഴുകിയ ദൈവത്തിന്റെ ആത്മാവ് എത്ര വലുതായിരുന്നു എന്ന്. തന്റെ മകന് പേരിട്ടൊരു പ്രവചനത്തിന്റെ പേര് ഹാനോക്ക് അവിടെ നിന്നും പ്രവചിച്ചു. യൂദായുടെ ലേഖനത്തിൽ എന്താണ്? ആദാം മുതൽ 7-ാമനെ ഹാനോക്കും ഇവരെ കുറിച്ച് ആരെക്കുറിച്ച്? ഈ ദുഷ്ടജനത്തെ കുറിച്ച്. അന്നത്തെ ഉൽപ്പത്തി പുസ്തകത്തിലെ അന്നത്തെ ദുഷ്ടജനത്തെ കുറിച്ച് പറഞ്ഞത് ഇന്നും അത് പ്രാവർത്തികമാണ്. എന്താ പറഞ്ഞത്? ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും ആരോട്? ഹാനോക്കിന്റെ നേരെ പറഞ്ഞതും, അത് ഹാനോക്കിന്റെ നേരെ പറഞ്ഞത് ദൈവത്തോട് പറഞ്ഞതിന് തുല്യമാണ്, ഇല്ലേ? ദൈവദാസനോട് പറഞ്ഞത് ദൈവത്തിനെതിരെ പറഞ്ഞതിന് തുല്യമാ. പറഞ്ഞ സകല നിഷ്ഠൂരങ്ങൾ നിമിത്തം ഭക്തികെട്ടവരെയൊക്കെ ബോധം വരുത്തുവാൻ 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു. ഇതിനൊക്കെ ശേഷം കർത്താവ് യേശുക്രിസ്തുവിന്റെ 2-ാം വരവിനെ കുറിച്ച്, കർത്താവ് യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയെ കുറിച്ച് ആദ്യം പ്രവചിച്ച വ്യക്തിയാ ഹാനോക്ക്. പിന്നെ പൗലോസൊക്കെ വന്നത്, പിന്നെ ദാനിയേലൊക്കെ വന്നത്, പിന്നെ എസെക്കിയേലൊക്കെ പറഞ്ഞത്. അവരെക്കാളൊക്കെ മുമ്പ് ഹാനോക്ക് പ്രവചിച്ചു, എന്റെ കർത്താവിന്റെ കാൽ ഉരുവുമല ചവിട്ടുമെന്ന്, എന്റെ കർത്താവ് അവിടെ അർമഗദോനിൽ അവിടെ യുദ്ധം ചെയ്യുമെന്ന്, എന്റെ കർത്താവ് ശത്രുക്കളെ നിർമൂലമാക്കുമെന്ന്, അത് ഏദൻ തോട്ടത്തിൽ ശത്രു കൊണ്ടുപോയ ടൈറ്റിൽ ഡീഡ് തിരിച്ചു മേടിക്കുമെന്ന്.
ഭക്തി കെട്ടവരൊക്കെ ബോധം വരുത്തുവാന് 1000 വിശുദ്ധന്മാരോടുകൂടി നമ്മൾ അവനോട് കൂടെ എന്നെ കുറിച്ച് അതിനകത്ത് ഹാനോക്ക് പ്രവചിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും കുറിച്ച് അവിടെ ഹാനോക്ക് പ്രവചിച്ചിരിക്കുക. 1000 വിശുദ്ധന്മാരോടുകൂടി, ഏഞ്ചൽസിന്റെ കൂടെ അല്ല വരുന്നത്, വിശുദ്ധന്മാരോടുകൂടി ഞാനും നിങ്ങളുമാണ്. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിതം അർപ്പിച്ച അവനോടുകൂടെ ചേർന്ന് നടക്കുന്നവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവൻ വരുമ്പോൾ അവനോടുകൂടെ ആ മണവാട്ടി സഭയും ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. 1000 ആണ്ട് ഈ ഭൂമിയിൽ വാഴും. ഇതിനെക്കുറിച്ച് ആര് പറഞ്ഞു? ഹാനോക്ക് പറഞ്ഞു. ഹാനോക്ക് ദൈവത്തോട് എത്രമാത്രം ചേർന്ന് നടന്നു എന്ന് നമുക്കൊന്ന് ഓർത്തു നോക്കാം. അങ്ങനെ ഈ ഹാനോക്കിനെ കുറിച്ച് ആണ് നമ്മളിവിടെ പറഞ്ഞത്. ഹാനോക്കിന്റെ ജീവിതത്തില് എന്താണ്? വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവില് അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമായിട്ട് ജീവിക്കാനായിട്ട് ദൈവം നമ്മളെ കുറിച്ച് ഇന്നും ആഗ്രഹിക്കുക. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ അത് വായിക്കുന്നു. 2:15-16-14 വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവില് നിങ്ങൾ, ഞാന് നമ്മുടെ നെഞ്ചത്ത് വെച്ച് നമുക്ക് കൈവച്ച് പറയാം, കർത്താവെ, ഈ കോട്ടമുള്ള തലമുറയുടെ നടുവില് അനിന്ദ്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് നമുക്ക് സകലതും പിറുവിറുപ്പും വാദവും കൂടാതെ ചെയ്യാം. അങ്ങനെ നടന്നാൽ നമ്മൾ ആരായിത്തീരും? ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കും. കുറച്ചു നാളെ അന്നത്തെ മെതുസാലയുടെ 969 വർഷം മെതുസാല ജീവിച്ചിരുന്നു. അതിന്റെ പകുതി പോലും ജീവിച്ചില്ല. ആര്? ഹാനോക്ക് 365 ദിവസം. പക്ഷെങ്കില് ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. കാലസമ്പൂർണത, ഒരു പൂർണ്ണമായ ആയുസ് ഹാനോക്കിന് ഉണ്ടായി. ഹാനോക്കിന് സാഹചര്യമെല്ലാം അനുകൂലമായിരുന്നില്ല. ഹാനോക്കിന് കുടുംബത്തിന്റെ പ്രാരാബ്ദം ഇല്ലാതിരുന്നില്ല. പക്ഷെങ്കില് ഇതിന്റെ നടുവില് ദൈവത്തോട് കൂടെ ഹാനോക്ക് നടന്നു. ഹാനോക്കിന് അവിടെ ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്ന ദൈവത്തിന് മാറി നടന്നേനെ അല്ലേ? ഹാനോക്ക് പ്രവചിച്ചു. ഹാനോക്കിന് ദൈവത്തിന്റെ ആഴങ്ങളെ മനസ്സിലായി. എന്തായിരുന്നു ഹാനോക്കിന്റെ ഡെഡിക്കേഷൻ? അവിടെ വായിക്കുന്നു, അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഹി വാസ് നോട്ട്, അവനെ കാണാതെയായി. കർത്താവ് യേശു ക്രിസ്തുവിനെ പിന്നെ ടൂമ്പില് കല്ലറയ്ക്കല് ചെന്ന് ആ മറിയോട് അവിടെ നിന്ന് ദൂതൻ പറഞ്ഞു, അവനിവിടെ ഇല്ല. താൻ പറഞ്ഞതുപോലെ അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം വന്നു കാണുക. അവൻ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേറ്റു. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ ഒരു നിഴല് നമുക്കിവിടെ കാണാൻ സാധിക്കും. കൂടെ നടന്നവൻ കാണാതെയായി. പിതാവിനോട് ചേർന്ന് നിന്നവൻ, പിതാവിൽ നിന്ന് വന്നവൻ, പിതാവിന്റെ ഇഷ്ടം ചെയ്തവൻ, അവനിവിടെ ഇല്ല. ഹി വാസ് നോട്ട്. എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഒരു പ്രത്യേകത, അവൻ മരണം ആസ്വദിച്ചു, അവൻ മരണം അനുഭവിച്ചു. ഇവിടെ മരണം ആസ്വദിക്കാതെ ഇവൻ എടുക്കപ്പെട്ടു. പക്ഷെങ്കിൽ ഈ ഹാനോക്കിനെ കുറിച്ച് പറയുന്നു, അവൻ മരണം ആസ്വദിച്ചില്ല, അവൻ മരണം അനുഭവിച്ചില്ല. ഇതിൽ നിന്ന് നമുക്കൊരു വലിയ പ്രത്യാശ ദൈവം തരുന്നത്. എന്താ ദൈവം നമുക്ക് തരുന്നൊരു വലിയ പ്രത്യാശ? ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. എബ്രായർ 11:5 വായിക്കുന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. വലിയൊരു പ്രത്യാശ ദൈവം നമുക്ക് തരികയാണ്. 4:16-17 നമ്മുടെ കർത്താവ് വരും. അവൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് അവൻ ഇറങ്ങി വരിക തന്നെ ചെയ്യും. ക്രിസ്തുവിൽ മരിച്ചവർ വീണ്ടും ഞാൻ ഊന്നിപ്പറയാം, ഞാൻ ഈ ജീവനുള്ള ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പൗലോസ് പറഞ്ഞു, എനിക്ക് മറ്റൊന്നും നിങ്ങളോട് പറയാനില്ല, എനിക്കൊന്നും നിങ്ങളോട് പ്രസംഗിക്കുവാനായിട്ടുള്ളൂ, ജീവനുള്ള ക്രിസ്തുവിനെ. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. റാപ്ചറിനെ കുറിച്ചാണ് പറയുന്നത്. There is a rapture and there is a transformation. രണ്ട് കാര്യം നടന്നു. അതെ, ഹാനോക്ക് എടുക്കപ്പെട്ടു, രൂപാന്തരപ്പെടാതെ കണ്ട് അവിടെ സ്വർഗത്തിൽ ഒരു വാസമില്ല, ഒരു ഗ്ലോറിഫിക്കേഷൻ അവിടെയുണ്ട്. അപ്പോൾ ഹാനോക്കിന്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നടന്നിട്ടുണ്ട്. അത് ഒരു ക്രിസ്തു വിശ്വാസിയുടെ ജീവിതത്തിൽ അവനുള്ള ഏറ്റവും വലിയൊരു പ്രത്യാശയാണ്. എന്താണ്? അതേ, കർത്താവിന്റെ സന്നിധിയിൽ അവന് എടുക്കപ്പെടും. നമ്മളിവിടെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ജീവനോടെ നമ്മൾ എടുക്കപ്പെടും. നമ്മൾ ക്രിസ്തുവിൽ മരിച്ചവരാണെങ്കിൽ അതേ, മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും, അതിനുശേഷം നമ്മൾ രൂപാന്തരപ്പെടും. We will receive a glorified body. 1 Corinthians 15:51 വായിക്കുന്നു, നമ്മളെല്ലാവരും നിദ്ര കൊള്ളത്തില്ല, എന്നാൽ അന്ത്യകാഹളത്തിങ്കല് പെട്ടെന്ന് കണ്ണിമിക്കുന്നതിന് നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും നമ്മൾ രൂപാന്തരപ്പെടുകയും ചെയ്യും.
ഇന്ന് നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയവരെ ഓർത്ത് ഹൃദയം നോകുന്ന പലരും ഇതിനകത്തിരിപ്പുണ്ട്. നമ്മുടെ അപ്പന്, നമ്മുടെ അമ്മ, നമ്മുടെ പ്രത്യാശ ഇതാണ്. നമുക്ക് പ്രത്യാശയുണ്ട്. രൂപാന്തരപ്പെട്ടൊരു ജീവിതത്തോട്, ശരീരത്തോടു കൂടി നമ്മൾ ദൈവത്തോടു കൂടി ആയിരിക്കും. ഹാനോക്കിനൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഹാനോക്കിന്റെ സാക്ഷ്യം? അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. അവൻ ദൈവത്തിന്റെ അടുക്കലേക്ക് വന്നവനായിരുന്നു. അവൻ ദൈവത്തിൽ വിശ്വസിച്ചവനായിരുന്നു. ദൈവത്തിൽ നിന്ന് പ്രതിഫലം കിട്ടുമെന്നുള്ള ഉറപ്പവനുണ്ടായിരുന്നു. ദൈവത്തോട് കൂടെ ചേർന്ന് നടന്നു ഉള്ളൊരു സാക്ഷ്യം അവന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഇതെല്ലാം ഹാനോക്കിന്റെ ടെസ്റ്റിമണിയായിരുന്നു. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചും അതേ വലിയ ടെസ്റ്റിമണി ഈ ഭൂമിയിലുണ്ടായി. പിതാവ് പറഞ്ഞു, ഇവൻ എന്റെ പുത്രൻ, ഇവന് ചെവി കൊടുക്കുവീന്, ഇവൻ എന്റെ പുത്രൻ എന്ന് പറഞ്ഞു. സ്വർഗത്തിൽ 3 പേര് യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. ആരൊക്കെയാണ്? രക്തം, ജലം, ആത്മാവ്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ രക്തം സാക്ഷ്യം പറയുന്നു. ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായിട്ട് സംസാരിക്കുന്ന രക്തം. അതെ, ആത്മാവ് പരിശുദ്ധാത്മാവോട് സാക്ഷ്യം പറയുന്നു. ജലം അവന്റെ വചനം. വചനം എന്നാണ് ക്രിസ്തുവിന്, യേശുവിന്റെ പേര് അവിടെ ചെല്ലുമ്പോൾ വചനം, ദ വേർഡ്. 3 യേശുവിനെ കുറിച്ച് സാക്ഷ്യം. ഇന്ന് നമ്മളെ കുറിച്ച് എന്താ ഒരു സാക്ഷ്യം ലോകത്തിന് പറയാനുള്ളത്? ദൈവത്തിന് എന്താ പറയാനുള്ളത്? ഇവിടുന്നെല്ലാം കൈകൊട്ടി കിട്ടി പോകാമെന്ന് നമ്മൾ കൈകൊട്ടി കിട്ടി പോകുന്നവരെ ഓർത്ത് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാത്തിനൊന്നും കൈകൊട്ടി കിട്ടത്തില്ല. ഇവിടെ കിട്ടാതിരിക്കുന്ന നല്ല നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കിട്ടും. നമ്മളെ കുറിച്ച് എന്താ ദൈവത്തിന്റെ സാക്ഷ്യം പറയാനുള്ളത്? നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, ദാസിയെ എന്നുള്ളൊരു വിളിക്ക് ദൈവത്തിന്റെ അശബ്ദം കേൾക്കാൻ ആ ഒരു സാക്ഷ്യം നമുക്കുണ്ടാകാൻ ഇടയായി തീരുമോ? എന്റെ വസ്ത്രം കഴുകി കറയും വാട്ടും മാലിന്യം ചുളുക്കവും ഇല്ലാത്ത ഒരു വസ്ത്രം ധരിച്ച് ദൈവസന്നിധിയിൽ പോയി നിൽക്കുമ്പോൾ ദൈവത്തിന് എന്നെ അങ്ങനെ കാണാനായിട്ട് പറ്റുമോ? എന്റെ നടപ്പ് ദൈവസന്നിധിയിൽ അതേ പ്രസാദകരമുള്ളതാണോ? എന്റെ വിശ്വാസം എങ്ങനെയാ? ഇന്ന് പാൽക്കാലം നമുക്ക് ചിന്തിക്കാം. നമുക്ക് അവനോട് ചേർന്ന് നടക്കാം. ഈ വചനത്താൽ ദൈവം നിങ്ങളെ ധാരാളമായിട്ട്